നമുക്ക് കുറച്ചുകൂടി വ്യൂവേഴ്സ് വന്നിട്ട് സാറിൻ്റെ ടോക്ക് പ്ലേ ചെയ്യാം എന്നാണ് വിചാരിക്കുന്നത്. ഒരു 2 മിനിറ്റ് കൂടി വെയിറ്റ് ചെയ്യാം. നമസ്കാരം. കോളനി ഭരണരേഖകളും ദേശഭാഷയും എന്ന വിഷയത്തെ മുൻനിർത്തിയാണ് ഇവിടെ സംസാരിക്കുന്നത്. 17-ാം നൂറ്റാണ്ടിൻ്റെ അന്ത്യത്തിൽ കോലത്തിരിയുടെ അനുവാദം വാങ്ങിയാണ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി തലശ്ശേരിയിൽ ഫാക്ടറി സ്ഥാപിക്കുന്നത്. അത് പിന്നീട് അധീശത്വമായി മാറുന്നത് നാം ചരിത്രത്തിൽ കാണുന്നുണ്ട്. ഏതാണ്ട് 100 വർഷങ്ങൾ കൊണ്ട് മലബാറിൻ്റെ സാമൂഹിക, രാഷ്ട്രീയ, സാംസ്കാരിക മേഖലകളിലാകെ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആധിപത്യം ഉറപ്പിക്കുന്നത് നാം വായിക്കുന്നു. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ തലശ്ശേരി തുക്കടി സൂപ്രണ്ട് മലബാറിലെ നാട്ടുരാജാക്കന്മാർക്ക് മുകളിലും ഉദ്യോഗസ്ഥർക്കും ജനങ്ങൾക്കും മുകളിൽ സർവാധിപത്യം സ്ഥാപിക്കുന്നതിൻ്റെ ചിത്രം 1796 മുതൽ 1800 വരെ ഉള്ള കാലയളവിൽ എഴുതപ്പെട്ട ഔദ്യോഗിക കത്തിടപാടുകളിൽ വളരെ വ്യക്തമായി കാണാൻ സാധിക്കുന്നു. കുടക്, ചിറക്കൽ, കോട്ടയം, കടത്തനാട്, ഇരുവനാട്, കുറുങ്ങോട്ട്, രണ്ടുതറ, ലക്ഷദ്വീപ്, കുറുമ്പ്രനാട് ഈ ഭരണപ്രവിശ്യകളിലുള്ള രാജാക്കന്മാരുടെയും ഉദ്യോഗസ്ഥ പ്രമുഖരുടെയും സാധാരണ ജനങ്ങളുടെയും ഒക്കെ അഭിപ്രായങ്ങളും വേവലാതികളും സങ്കടങ്ങളും പ്രതിഷേധങ്ങളും ഒക്കെ ഈ രേഖകളിൽ അലയടിക്കും. അതുകൊണ്ട് കോളനി ഭരണരേഖകൾ എന്നിവിടെ വിവക്ഷിക്കുന്നത് 1796 മുതൽ 1800 വരെയുള്ള കാലഘട്ടത്തിൽ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും നാട്ടിലെ സാധാരണ ജനങ്ങളും രാജാക്കന്മാരും ഉദ്യോഗസ്ഥരും തമ്മിൽ നടത്തിയ കത്തിടപാടുകളാണ്. ഈ കത്തിടപാടുകൾ 1859 ജർമ്മനിയിലേക്ക് പോകുമ്പോൾ ഇംഗ്ലീഷുകാരിൽ നിന്ന് ശേഖരിച്ച് ഡോക്ടർ ഹെർമൻ ഗുണ്ടട്ട് ജർമ്മനിയിലേക്ക് കൊണ്ടുപോവുകയാണ് ഉണ്ടായത്. അതുകൊണ്ട് മലബാർ മാനുവൽ എഴുതിയ ലോഗൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ രേഖകൾ കണ്ടിട്ടില്ല, മലയാളം രേഖകൾ കണ്ടിട്ടില്ല. ഇതിൻ്റെ ഇംഗ്ലീഷ് പതിപ്പുകളാണ് കേരളത്തിൻ്റെ ചരിത്രം എഴുതിയ ചരിത്രകാരന്മാർ മുഴുവൻ ഉപയോഗിച്ചിട്ടുള്ളത്. ഈ മലയാളം രേഖകൾ അറിയപ്പെടുന്നത് തെള്ളിച്ചേരി റെക്കോർഡ്സ് എന്നാണ്. ആ പേരിട്ടിരിക്കുന്നത് തന്നെ ഗുണ്ടട്ടാണോ എന്നുപോലും നമുക്ക് സംശയിക്കാം. തെള്ളിച്ചേരി ഫാക്ടറി റെക്കോർഡ്സ് എന്ന് ഇംഗ്ലീഷ് കമ്പനിയുടെ രേഖകളിൽ കാണുന്നുണ്ട്. പക്ഷെ തെള്ളിച്ചേരി റെക്കോർഡ്സ് എന്നാണ് ഗുണ്ടറ്റിൻ്റെ നിഘണ്ടുവിൽ ഓരോ പദത്തെയും കുറിച്ച് വിവരണം നൽകുമ്പോൾ കൊടുത്തിട്ടുണ്ട്. TR തെള്ളിച്ചേരി റെക്കോർഡ്സ് ആണ് തലശ്ശേരി രേഖകൾ. തലശ്ശേരി രേഖകൾ 1991 ഡോക്ടർ സ്കറിയ സക്കറിയ ജർമ്മനി സന്ദർശിക്കുന്ന കാലത്താണ് ഇത് കണ്ണിൽപ്പെടുന്നത്. അത് പിന്നീട് മൈക്രോ ഫിലിമുകളും ഫോട്ടോ പകർപ്പുകളുമായി എടുത്ത് കേരളത്തിലേക്ക് കൊണ്ടുവരികയാണ് ഉണ്ടായത്. അങ്ങനെ കേരളത്തിലെത്തിയതിനു ശേഷം ഈ രേഖകൾ കേരള പഠനത്തിൻ്റെ മുഖ്യ ഉപാദാനമായി മാറുന്നതും നാം കാണുന്നുണ്ട്. കേരള പഠനം എന്ന് പറയുമ്പോൾ ചരിത്രമുണ്ട്, സമൂഹ പഠനമുണ്ട്, നീതിന്യായ പഠനമുണ്ട്, സാമ്പത്തിക വ്യവസ്ഥയെക്കുറിച്ചുള്ള പഠനമുണ്ട്. അങ്ങനെ പലതും കലർന്നു വരുന്ന ഈ പഠന മേഖലയ്ക്ക് നിർണായകമായ രേഖകളായി ഇവ തിരിച്ചെത്തി എന്നുള്ളത് പ്രത്യേകം ഇവിടെ ഓർമ്മിക്കേണ്ടതാണ്. സാമാന്യമായി പറഞ്ഞാൽ ഈ രേഖകളുടെ ഏറ്റവും വലിയ പ്രത്യേകത ഇന്നത്തെ മലയാളത്തോട് ഏറ്റവും അടുത്തു നിൽക്കുന്ന രേഖകളാണ് ഇവ എന്നുള്ളതാണ്. ഇന്നത്തെ മലയാളത്തിൽ നാം കാണുന്ന വാക്യത്തിൻ്റെ മാതൃകകൾ, വാക്യത്തിൻ്റെ സാധ്യമായ പുനർ ലേഖനങ്ങൾ ഒക്കെ ഈ രേഖകളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നു. ആധുനിക മലയാളത്തോടെ ഏറ്റവും അടുത്തു നിൽക്കുന്ന ഈ ഗദ്യത്തെയാണ് ഗുണ്ടട്ട്
ബെസ്റ്റ് മലയാളം പ്രോസ് അന്നേ വിളിച്ചത്. ബെസ്റ്റ് മലയാളം പ്രോസ് എന്നാണ്, ഉത്തമ മലയാള ഗദ്യം എന്നാണ് ഗുണ്ടറ്റ് ഇതിന് കൊടുത്തിരിക്കുന്ന വിശേഷണം. ഇവിടെ ഈ രേഖകൾ എന്താണ്, ഈ രേഖകൾക്ക് കേരള പഠനത്തിനുള്ള പ്രാധാന്യം എന്നതിനൊപ്പം തന്നെ ഈ രേഖകളുടെ സ്വഭാവം എന്താണ്, ഈ രേഖകളിൽ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയത്തിൻ്റെ സാമൂഹിക മാനങ്ങൾ എന്തൊക്കെയാണ്, രാഷ്ട്രീയ മാനങ്ങൾ എന്തൊക്കെയാണ്, ഇവിടെ ചർച്ച ചെയ്യുന്ന സാമ്പത്തിക പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് എന്നൊക്കെ നാം കൂടുതൽ ഗൗരവമായി പരിശോധിക്കേണ്ടതുണ്ട്. 1864 രേഖകൾ ഇതിലുണ്ട്. തലശ്ശേരി രേഖകളെന്ന് പൊതുവേ നാം പറയുന്ന ഈ രേഖാശേഖരത്തിൻ്റെ ഒരു ഭാഗം തലശ്ശേരി രേഖകളെന്നും മറുഭാഗം പഴശ്ശി രേഖകളെന്നും ആണ് വിളിക്കുന്നത്. ആകെ 13 വോള്യങ്ങളായിട്ടാണ് ഇത്രയും കാലത്തെ രേഖകളെ ഇംഗ്ലീഷുകാർ സൂക്ഷിച്ചിരുന്നത്. അതിൽ 2 വോള്യങ്ങൾക്ക് പഴശ്ശി രാജാവിൻ്റെ സമരവുമായി നേരിട്ട് ബന്ധമുണ്ട്. 4-12 വോള്യങ്ങളാണവ. ഇത് ഏറെയും പഴശ്ശി രാജാവിൻ്റെ സമരം, പഴശ്ശി രാജാവിനൊപ്പം നിൽക്കുന്നവരുടെ പ്രതിഷേധങ്ങൾ, കമ്പനി പഴശ്ശി രാജാവിന് എഴുതുന്ന കത്തുകൾ, പഴശ്ശി രാജാവിന് ഒപ്പം നിൽക്കുന്ന രാജാക്കന്മാരുടെ നിലപാടുകൾ, കമ്പനിക്കൊപ്പം നിൽക്കുന്ന രാജാക്കന്മാരുടെ നിലപാടുകൾ, ജനങ്ങളുടെ പരിദേവനങ്ങൾ, ഇതെല്ലാം കൂടിയിട്ടാണ്. ബാക്കിയുള്ള 11 വോള്യങ്ങളാണ്, കമ്പനി രേഖയിലെ 11 വോള്യങ്ങളാണ് തലശ്ശേരി രേഖകൾ എന്ന പേരിൽ വേറൊരു പുസ്തകമായി പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. തലശ്ശേരി രേഖകളിൽ 1429 രേഖകളും പഴശ്ശി രേഖകൾ 255 രേഖകളും ഉണ്ട്. ആകെ 1864 രേഖകൾ. ഇത് മുഴുവൻ പരിശോധിച്ചാൽ മലബാറിലെ സാമൂഹിക ജീവിതത്തിൻ്റെ, മലബാറിലെ 18 നൂറ്റാണ്ടിലെ 18-19 നൂറ്റാണ്ടിലെ മലബാറിലെ രാഷ്ട്രീയ പ്രശ്നങ്ങൾ വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കി തരുന്നു. ഈ രേഖകളുടെ പ്രാധാന്യം, ഈ രേഖകളുടെ ചരിത്രപരമായ പ്രാധാന്യത്തെക്കുറിച്ച് പല പ്രാവശ്യം സംസാരിച്ചിട്ടുണ്ട്. പഴശ്ശി രാജാവെന്ന് പറയുന്ന ഒരു പോരാളിയുടെ താല്പര്യങ്ങളും കമ്പനിയോടുണ്ടായിരുന്ന അദ്ദേഹത്തിൻ്റെ ഇടപെടലുകളും ടിപ്പു സുൽത്താനുമായിട്ടുണ്ടായിരുന്ന ബന്ധങ്ങളും മറ്റ് ചിറക്കൽ രാജാവ് ഉൾപ്പെടെയുള്ള രാജാക്കന്മാരുമായി നിലനിർന്ന സൗഹൃദങ്ങൾ, ഇതിൻ്റെ ഇടയിൽ നികുതി പിരിവിനോടുള്ള അദ്ദേഹത്തിൻ്റെ പ്രതിഷേധങ്ങൾ, വയനാടിൻ്റെ അധികാരം നഷ്ടപ്പെടുന്നതുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ, ഇതെല്ലാം നമ്മൾ പല പ്രാവശ്യം ചർച്ച ചെയ്തിട്ടുള്ളതാണ്. ഈ രേഖകളുടെ വരവിന് ശേഷം ഇവിടുത്തെ മുഖ്യധാരയിലുള്ള ചരിത്രകാരന്മാരൊക്കെ ഇതേക്കുറിച്ച് സംസാരിക്കുന്നതാണ്. മറുവശമുണ്ട്, ഈ രേഖകളുടെ ഭാഷയെ മുൻനിർത്തി, ഈ രേഖകളുടെ ഭാഷയുടെ പ്രാധാന്യത്തെ മുൻനിർത്തിയുള്ള ചർച്ചകളാണ് മറ്റൊരു ഭാഗം. ഇവിടെ മുൻപ് പറഞ്ഞതുപോലെ ആരൊക്കെയാണ് എഴുതുന്നത്? ഇംഗ്ലീഷ് കമ്പനിയുടെ മലബാറിലെ മേലധികാരി എഴുതുന്നുണ്ട്, കത്തുകൾ എഴുതുന്നുണ്ട്. ആർക്കൊക്കെയാണ് എഴുതുന്നത് എന്ന് ചോദിച്ചാൽ ഇവിടുത്തെ നാട്ടുരാജാക്കന്മാർക്കാണ് എഴുതുന്നത്. നാട്ടുരാജാക്കന്മാർക്ക് താഴെയുള്ള ഒരാളും ഇംഗ്ലീഷ് കമ്പനിയുമായി കത്തിടപാടുകൾ നടത്തുന്നില്ല. കത്തെഴുതാനുള്ള അധികാരത്തെ സംബന്ധിച്ച് കൊളോണിയൽ പീരീഡിൽ നിലനിന്ന കീഴ്വഴക്കം എന്തായിരുന്നു എന്ന് ഇതിൻ്റെ ഘടന നമുക്ക് തെളിയിച്ചു തരും. മറ്റുള്ളവർ എഴുതുന്നതൊക്കെ അറിയിപ്പുകളാവാം, അവർക്ക് ഹർജികൾ എഴുതാം കമ്പനിക്ക്, ഇതെല്ലാം കമ്പനി ഫയലിൽ സ്വീകരിക്കും. പക്ഷേ കമ്പനി അവർക്കൊന്നുമല്ല മറുപടി എഴുതുന്നത് വളരെ ഔപചാരികമായി ഈ രാജാക്കന്മാർക്കാണ്. പഴശ്ശി രാജാവിന് എഴുതുന്ന ധാരാളം കത്തുകളുണ്ട്, കുറുമ്പനാട്ട് വീരവർമ്മയ്ക്ക് എഴുതുന്ന ധാരാളം കത്തുകളുണ്ട്, ചിറക്കൽ രാജാവിന്, കടത്തനാട്ട് രാജാവിന്, കണ്ണൂർ ആദിരാജ ബീബിക്ക്, ഇവർക്കെല്ലാം എഴുതുന്ന കത്തുകളുണ്ടാവും. ഇവർക്ക് കത്തുകൾ എഴുതുന്നതിൻ്റെ റിപ്പോർട്ടുകൾ ഇംഗ്ലീഷിൽ മദ്രാസിലേക്കും ബോംബെയിലേക്കും കൽക്കട്ടയിലേക്കും അയക്കും. ഇതെല്ലാം ഒരു വലിയ ശേഖരമായി സൂക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. അതെല്ലാം അവരെഴുതി തയ്യാറാക്കുന്നത് അത്രയും ഇംഗ്ലീഷിലാണ്. അതുകൊണ്ട് നാട്ടുരാജാക്കന്മാരാവട്ടെ, സാമാന്യ ജനങ്ങളാകട്ടെ, ഉദ്യോഗസ്ഥരാകട്ടെ, മലയാളത്തിൽ തയ്യാറാക്കുന്നതൊക്കെ വിവർത്തനം ചെയ്തിട്ടാണ് അവർ അവരുടെ വിനിമയങ്ങൾക്ക് ഉപയോഗിക്കുന്നത്. മലയാളം രേഖകൾ തന്നെ പലതും നമുക്ക് ഈ കാലത്തിന് അപ്പുറവും ഇപ്പുറവുമുള്ളത് കണ്ടു കിട്ടിയിട്ടില്ല. എന്താണ് സംഭവിച്ചതെന്നറിയില്ല. 1796 വരെയുള്ളതും
799 800-ന് ശേഷമുള്ളത്. 800-ന് ശേഷം വളരെ കുറച്ച് രേഖകൾ മാത്രമേ ഉള്ളൂ. പഴശ്ശിരാജാവ് മരിക്കുന്നതിന് തൊട്ട് മുൻപ് വരെയുള്ള കുറച്ച് രേഖകൾ. അത് ആ കലാപം വളരെ ശക്തമായി നിൽക്കുന്ന രേഖകൾ. അത് വളരെ ക്രമമില്ലാത്ത രീതിയിലാണ് കണ്ടുകിട്ടിയത്. അപ്പം ഇവിടെ നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു കാര്യം, മലയാളം രേഖകളെ നാടിൻ്റെ സ്വഭാവം അറിയാൻ, നാട്ടിലെ ജനങ്ങളുടെ താല്പര്യങ്ങൾ അറിയാൻ, ഇഷ്ടാനിഷ്ടങ്ങൾ അറിയാൻ, അവരുടെ ഭരണവർഗത്തോടുള്ള അവരുടെ നിലപാടുകൾ അറിയാൻ ഒക്കെ അവർക്ക് ഈ മലയാളം രേഖകൾ ഉപകരിച്ചിരുന്നു. എന്നാൽ ഇവ വിവർത്തനം ചെയ്യുന്ന ആളുകൾ രേഖകളിൽ ദ്വിഭാഷി എന്നാണ് പറയുന്നത്. ട്രാൻസ്ലേറ്റർ ഇവയെ ഏത് തരത്തിൽ കൺവേർട്ട് ചെയ്യും, അഡാപ്റ്റ് ചെയ്യും എന്നുള്ളത് നമുക്ക് ഇവയുടെ താരതമ്യ വായനയിൽ നിന്ന് മാത്രമേ മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ. അപ്പോൾ ഇവിടെ ഈ രേഖകളുടെ ഈ കത്തിടപാടുകളിൽ 2 തരത്തിലുള്ള കത്തിടപാടുകളെ നമ്മൾ സങ്കല്പിക്കുക. ഒന്നാമത്തേത്, ഇംഗ്ലീഷ് കമ്പനിയുടെ സായിപ്പുമാർ, അവരുടെ ഒപ്പം നിൽക്കുന്ന ഉദ്യോഗസ്ഥർ, അവർക്കൊപ്പം നിൽക്കുന്ന ജനങ്ങൾ. ഇതൊരു പക്ഷമാണ്. രണ്ടാം പക്ഷത്ത് കോളനിയുടെ നിലപാടുകളെ എതിർക്കുന്ന മുഴുവൻ ആളുകളും, രാജാക്കന്മാരുൾപ്പെടെ, പഴശ്ശിരാജാവ് ഉൾപ്പെടെ അവർക്കൊപ്പം നിൽക്കുന്ന മുഴുവൻ ആളുകളും. ഇങ്ങനെ 2 പക്ഷം ഈ രേഖകളിലുണ്ട്. അതേത് രേഖകൾ പരിശോധിച്ചാലും നമുക്ക് കാണാം. ഏതെങ്കിലും ഒരു പക്ഷത്തേക്ക് ഈ രേഖകളുടെ ഉപപാദനം ചാഞ്ഞും ചെരിഞ്ഞും നിൽക്കുന്നത് നമുക്ക് കാണാം. അപ്പം ഈ 2 പക്ഷങ്ങളും ഏറെക്കുറെ ചില സാമ്പത്തിക പ്രശ്നങ്ങളെ, രാഷ്ട്രീയ പ്രശ്നങ്ങളെ ആണ് അവതരിപ്പിക്കുന്നതെന്ന് നമുക്കറിയാം. സാമ്പത്തിക പ്രശ്നങ്ങളിൽ മുഖ്യ ഇനം നികുതിയാണ്. നികുതി പിരിവാണ് പ്രശ്നം. മൈസൂർ രാജാക്കന്മാർ ഭരിച്ചിരുന്ന കാലത്ത്, ഹൈദരാലിയുടെയും ടിപ്പുവിൻ്റെയും കാലത്ത്, അവർ കർഷകരിൽ നിന്ന് നേരിട്ടാണ് നികുതി പിരിച്ചിരുന്നത്. ഒരു പ്ലാവ്, ഒരു കവുങ്ങ് എന്നുള്ള രീതിയിലാണ്. എന്നാൽ ഇംഗ്ലീഷുകാർ ആ രീതി മാറ്റിയിട്ട് അവർ കർഷകരിൽ നിന്ന് നികുതി പിരിക്കാനുള്ള അധികാരം അതാത് നാട്ടുരാജാക്കന്മാർക്ക് അനുവദിച്ചു കൊടുക്കുകയാണ്. നാട്ടുരാജാക്കന്മാർ പിരിവ് നടത്തുന്നു. എത്ര പിരിച്ചാലും ഒരു തുക അവിടെ എത്തിക്കണം എന്നുള്ളതാണ് വ്യവസ്ഥ. കൃഷി, കുരുമുളക് നശിച്ചാലും കാപ്പി നശിച്ചാലും അവർക്ക് കിട്ടേണ്ടത് കിട്ടിയിരിക്കും. അപ്പോൾ രാജാക്കന്മാർ, കൃഷിക്കാരുടെ പക്ഷത്ത് നിൽക്കുന്ന രാജാക്കന്മാർ അവർക്ക് ചില ആനുകൂല്യങ്ങൾ പ്രഖ്യാപിക്കുമ്പോൾ, ഇംഗ്ലീഷുകാർക്കൊപ്പം നിൽക്കുന്ന രാജാക്കന്മാർ അവരെ ഇത്തരം ആനുകൂല്യങ്ങൾ കൊടുക്കാതിരിക്കുകയും ചെയ്യും. അങ്ങനെ ആനുകൂല്യം കൊടുക്കാത്ത ഒരു രാജാവാണ് കുറുമ്പ്രനാട്ട് വീരവർമ്മ. കുറുമ്പ്രനാട്ട് വീരവർമ്മയെ നമ്മൾ മനസ്സിലാക്കുന്നത് ടിപ്പുവിൻ്റെ ആക്രമണം ഉണ്ടാകുമ്പോൾ വേണാട്ടിലേക്ക് പലായനം ചെയ്ത രാജാക്കന്മാരിൽ ഒരാളാണ്. ഇയാൾ തിരിച്ച് മലബാറിലെത്തുമ്പോൾ അയാൾക്ക് അധികാരം വീണ്ടും കൊടുത്ത് കമ്പനി അയാളെ അയാളുടെ പക്ഷത്തേക്ക് കൊണ്ടുവരുന്നു. അപ്പോൾ ഇങ്ങനെ കൊണ്ടുവരുന്ന ആളിന് കുറുമ്പ്രനാട്ടിൻ്റെ അധികാരം മാത്രമല്ല, കോട്ടയത്തിൻ്റെ അധികാരം കൊടുക്കുന്നു, വയനാടിൻ്റെ നികുതി പിരിവ് അധികാരം കൊടുക്കുന്നു. ഇതിനോടുള്ള പ്രതിഷേധമായിട്ടാണ് യഥാർത്ഥത്തിൽ ഈ കോളനി വിരുദ്ധ സമരം എന്ന പേരിൽ നാം പറയുന്ന പഴശ്ശിയുടെ സമരം രൂപപ്പെട്ടു വരുന്നത്. ഈ സമയത്ത് കുറുമ്പ്രനാട്ട് രാജാവും പഴശ്ശിരാജാവും തമ്മിൽ ഉള്ള പിണക്കങ്ങൾ, ഇഷ്ടക്കേടുകൾ, അധികാരത്തെ ചൊല്ലിയുള്ള തർക്കങ്ങൾ ഈ രേഖകളിൽ ഉടനീളം കാണാം. എന്നാൽ അതേസമയം ഇവർ തമ്മിൽ സംസാരിക്കുമ്പോൾ ഇവർ തമ്മിലുള്ള കത്തിടപാടുകളിൽ അത്ര കണ്ടു പ്രശ്നമുണ്ടോ എന്ന് നമുക്ക് സംശയം തോന്നുകയും ചെയ്യും. എന്നാൽ പഴശ്ശി കുറുമ്പ്രനാട്ട് വീരവർമ്മയ്ക്ക് അയക്കുന്ന ചില കത്തുകൾ, കുറുമ്പ്രനാട്ട് വീരവർമ്മ കമ്പനിക്കെതിരെ പറയുന്ന ചില പ്രസ്താവനകളുള്ള കത്തുകൾ കമ്പനിക്ക് അയച്ചു കൊടുത്ത് കമ്പനിയും പഴശ്ശിയും തമ്മിലുള്ള ശത്രുത നിലനിർത്തുകയും ചെയ്യും. ഇതിനിടയിൽ പഴവീട്ടിൽ ചന്തു എന്ന് പറയുന്ന മറ്റൊരാളുണ്ട്. അദ്ദേഹം കത്തുകൾ എഴുതിക്കൊണ്ട് പ്രത്യക്ഷപ്പെടുന്നില്ല. പക്ഷേ പഴശ്ശി രാജാവ് കാര്യക്കാരനാക്കി മാറ്റിയ ഇയാൾ പിന്നീട് കമ്പനി പക്ഷത്ത് ചേരുകയാണ്. അപ്പോൾ കമ്പനി പക്ഷത്ത് ചേരുന്ന ആളിന് കുറുമ്പ്രനാട്ട് വീരവർമ്മയിൽ നിന്നും പഴശ്ശി രാജാവിൻ്റെ മറ്റ് അനുചരന്മാരിൽ നിന്നും കിട്ടുന്ന അറിവുകൾ കമ്പനിക്ക് കൊടുക്കുക എന്ന് പറയുന്ന ഒരു പണി ഇദ്ദേഹം ചെയ്യുന്നുണ്ട്.
അതുകൊണ്ട് ഈ രേഖകൾ ഉടനീളം നമ്മൾ പരിശോധിക്കുമ്പോൾ കുറുമ്പലനാട്ട് വീരവർമ്മയും പഴവീട്ടിൽ ചന്തുവും ചേർന്നാണ് പഴശ്ശിയുടെ ഈ അകൽച്ചയെ വലുതാക്കിയെടുക്കുന്നത് എന്ന് നമുക്ക് കാണാം. വേറെയുമുണ്ട്, ധാരാളം സംഭവങ്ങൾ വേറെയുമുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു വലിയ ഒരു വലിയ ലോകത്തിൻ്റെ വലുതും ചെറുതുമായ 100 കണക്കിന് പ്രശ്നങ്ങളെ ആണ് ഈ രേഖകൾ ഉൾക്കൊള്ളുന്നത്. ഇത് ഭരണപരം മാത്രമല്ല, കൊച്ചു കൊച്ചു മോഷണങ്ങളുടെ കഥകൾ, നീതിന്യായ പ്രശ്നങ്ങൾ വരാം, എവിടെയെങ്കിലും കൊണ്ടുപോകുന്ന സാധനങ്ങൾ പിടിച്ചു പറിക്കുന്നതിൻ്റെ പ്രശ്നം വരാം. ഏറ്റവും പ്രധാനമായി ചൂണ്ടിക്കാണിക്കേണ്ടത് പഴശ്ശി കോവിലകത്ത് 1796 നടത്തിയ ഒരു കൊള്ളയാണ്. ഇംഗ്ലീഷ് കമ്പനി പട്ടാളത്തെ കയറ്റി അവിടെ ഉണ്ടായിരുന്ന വസ്തുമുതലുകൾ മുഴുവൻ എടുക്കുന്നു. അതുകൊണ്ടാണ് പഴശ്ശി രാജാവിന് ഇത്രയധികം വിദ്വേഷം കമ്പനിയോടുണ്ടാകുന്നത്. കമ്പനി ഈ മുതലുകളൊക്കെ കുറേയൊക്കെ തിരിച്ചു കൊടുത്തെങ്കിലും അതുപോലും പഴശ്ശിയുടെ കയ്യിൽ കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് ആക്ഷേപം. പഴശ്ശി മരിക്കുന്നതിന് തൊട്ട് മുൻപ് വരെ ഈ ആക്ഷേപം ഉന്നയിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള 100 കണക്കിന് പ്രശ്നങ്ങൾ രേഖയ്ക്കുള്ളിൽ, ഭാഷയ്ക്കുള്ളിൽ കലർന്ന് വികസിക്കുന്നത് എങ്ങനെയെന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അതാണ് ഞാനിവിടെ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട വിഷയം. നമ്മളിവിടെ 2 ഭാഷകളെയാണ് കാണുന്നത്. ഒന്നാമത്തെ ഇംഗ്ലീഷിനെ കണ്ടു. ഇംഗ്ലീഷ് നമ്മൾ കൊടുക്കുന്ന ഇൻഫർമേഷനുകളെ അവരുടേതായ രീതിയിൽ വിവർത്തനം ചെയ്ത് കൊണ്ടുപോവുകയാണ്. ഇതിൻ്റെ നടത്തിപ്പിന് വേണ്ടി, രാജ്യത്തിൻ്റെ നടത്തിപ്പിന് വേണ്ടിയിട്ട് കൊണ്ടുപോവുകയാണ്. അതേസമയം ഇപ്പുറത്ത് മലയാള രേഖകളുണ്ട്. ഈ മലയാളം രേഖകൾ തലശ്ശേരിയിൽ സൂക്ഷിക്കുകയാണ്. തലശ്ശേരിയിൽ സൂക്ഷിച്ച ഈ മലയാളം രേഖകൾ ഗുണ്ടറ്റ് കൊണ്ടുപോയി എന്ന് ഞാൻ മുമ്പ് സൂചിപ്പിച്ചു. ഗുണ്ടറ്റിന് കൊടുത്തുവിട്ടത് ഇതെങ്ങനെങ്കിലും ഈ ശല്യം ഒഴിവാകട്ടെ എന്ന് കൂടി വിചാരിച്ചിട്ടാവുമോ എന്ന് തോന്നാറുണ്ട്. ഏതായാലും ഈ രേഖകൾ തിരിച്ചെത്തി. അതുമൂലം നമുക്ക് 2 കാര്യങ്ങൾ. ഒന്ന്, അന്നത്തെ ചരിത്രത്തെ വൈകാരികമായി തൊട്ടു നോക്കാൻ, തൊട്ടടുത്ത് നിന്നറിയാൻ, രാജാക്കന്മാരെ സാധാരണക്കാരായി മനസ്സിലാക്കാൻ ഒക്കെ നമുക്ക് ഉപകരിക്കുന്നു. അതേസമയം 1790കളിൽ മലബാറിൽ ഉണ്ടായിരുന്ന ഭാഷ എന്താണ്, ആ ഭാഷയ്ക്ക് എത്രത്തോളം ശേഷിയുണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കാൻ നമുക്ക് ഈ രേഖകൾ ഉപകരിക്കുന്നു. ഇവിടെ നിങ്ങൾക്ക് സമാന്തരമായി വായിക്കാവുന്ന 3 രേഖകളുണ്ട്. അതിലൊന്ന് 1796 മുൻപ് ഉള്ള രേഖകളാണ്. 3 രേഖകളാണ് ഞാനീ പറയുന്നത്. ഒന്ന്, 1599 ഉദയംപേരൂർ സൂനകദോസിൻ്റെ കാനോനുകളിലെ ഭാഷ രേഖകളാണ്. രണ്ടാമത്തേത് 1575 1728 ഇടയിലുള്ള മതിലകം രേഖകളാണ്. പത്മനാഭപുരം ക്ഷേത്രവുമായി ബന്ധപ്പെട്ട്, പത്മനാഭപുരം കൊട്ടാരവുമായി ബന്ധപ്പെട്ട്, ക്ഷേത്രവുമായി ബന്ധപ്പെട്ടുള്ള രേഖകൾ അവിടെ സൂക്ഷിച്ചിരുന്നത് ആണ് കിട്ടിയിരിക്കുന്നത്. മൂന്നാമത്തേത് തലശ്ശേരി രേഖകളാണ്. 1796 മുതൽ 1800 വരെ എന്ന് ഞാൻ പറഞ്ഞു. 1799 വരെ എന്ന് പറയും രേഖകൾ. ഈ 3 രേഖകളെയും നമ്മൾ ഒന്ന് താരതമ്യം ചെയ്ത് വായിക്കാൻ നമുക്ക് കഴിഞ്ഞാൽ ഇവയിൽ നിന്ന് വളരെ വ്യത്യസ്തമായ സ്വഭാവവും ശൈലിയുമുള്ള ഒരു ഭാഷയാണ് തലശ്ശേരി രേഖകളിൽ നിന്ന് നമുക്ക് കാണാം. ഒന്ന് തിരുവനന്തപുരത്തെ ഭാഷയാണ്. മതിലകം രേഖകൾ തിരുവനന്തപുരത്തിൻ്റെ ഭാഷയാണ്. ഉദയംപേരൂർ സൂനകദോസിൻ്റെ കാനോനകൾ എന്ന് പറയുന്ന കൊച്ചി ഭാഷയാണ് കൂടുതൽ. തലശ്ശേരി രേഖകൾ മലബാറിൻ്റേതാണ്. പക്ഷേ കേരളത്തിൽ ഇന്ന് ജീവിക്കുന്ന മലയാളിയെ സംബന്ധിച്ച് ആധുനിക മലയാളം വാമൊഴിയിലും വരമൊഴിയിലും ഉപയോഗിക്കുന്ന മലയാളിയെ സംബന്ധിച്ച് ഈ മലയാളത്തോട് അടുത്ത് നിൽക്കുന്ന ഗദ്യം ഏതാണ് എന്ന് ചോദിച്ചാൽ ഒരു സംശയവുമില്ലാതെ നമുക്ക് പറയാം അത് തലശ്ശേരി രേഖകളാണ്. എന്താണപ്പോൾ തലശ്ശേരി രേഖകളുടെ പ്രത്യേകത? എന്താണ് തലശ്ശേരി രേഖകളുടെ പ്രത്യേകത എന്ന് ചോദിച്ചാൽ, ഞാൻ മുൻപ് പറഞ്ഞതുപോലെ അന്ന് അവിടെ ജീവിച്ച ജനങ്ങളുടെ നിലവുകളെയും
ഭാവനകളെയും ചിന്തകളെയും അവരുടെ പ്രക്ഷോഭങ്ങളെയും പ്രതിഷേധങ്ങളെയും സ്വപ്നങ്ങളെയും ഒക്കെ അടയാളപ്പെടുത്താൻ പോകുന്ന ഒരു ഭാഷയാണ് അതെന്ന് തന്നെയാണ് അതിൻ്റെ കാരണം. ഈ ഭാഷയിൽ എന്തൊക്കെയുണ്ട്? ചോദ്യം ചെയ്യുന്ന ഭാഷയുണ്ട്, ന്യായീകരിക്കുന്ന ഭാഷയുണ്ട്, വിമർശിക്കുന്ന ഭാഷയുണ്ട്, ഭീഷണിപ്പെടുത്തുന്ന ഭാഷയുണ്ട്, നിഷേധിക്കുന്ന ഭാഷയുണ്ട്, നിരസിക്കുന്ന, ഏഷണി കൂട്ടുന്ന, പ്രതിരോധിക്കുന്ന, വിധേയപ്പെടുന്ന ഭാഷയുണ്ട്. ഇതെല്ലാം മലയാളത്തിനുള്ളിലാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പോസ്റ്റ് കൊളോണിയൽ സാഹചര്യത്തിൽ നമുക്ക് വേണ്ട എന്ന് പറഞ്ഞ് നാം പുറത്തു നിർത്തിയ ഒരു ഭാഷയിലാണ് ഈ സംവേദനങ്ങൾ മുഴുവൻ മലബാറിൽ നടന്നുകൊണ്ടിരുന്നത്. മലബാറിലെ സാമാന്യ ജനം മുഴുവൻ, സാധാരണ ജനം മുഴുവൻ, സാധാരണ ജനം മുതൽ രാജാക്കന്മാർ വരെ പറയുകയും എഴുതുകയും ചെയ്യുന്ന ഒരു ഭാഷയ്ക്ക് 18-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിൽ 19-ാം നൂറ്റാണ്ടിൻ്റെ ആദിയിൽ എന്തൊക്കെ കഴിവുണ്ടായിരുന്നു, ഒരു ഭാഷയ്ക്ക് എത്രത്തോളം കഴിവുണ്ടായിരുന്നു എന്ന് പോസ്റ്റ് കൊളോണിയൽ സിദ്ധാന്തങ്ങളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് ഒന്ന് പരിശോധിച്ച് നോക്കാവുന്നതാണ്. ഈ രേഖയിൽ പറയാത്തതൊന്നുമില്ല. സാമ്പത്തിക കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട്, നീതിന്യായ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട്. ഞാൻ ആദ്യം അത് സൂചിപ്പിച്ചു. ഫൗജദാർ കച്ചേരിയും അദാലത്ത് കച്ചേരിയും ഒക്കെ ഉണ്ട് ഇവിടെ. ക്രിസ്റ്റഫർ പെലെ എന്ന് പറയുന്ന സൂപ്രണ്ട് വടക്കേ അധികാരി മജിസ്ട്രേറ്റ് കൂടിയാണ്. നീതിന്യായ വിഷയങ്ങൾ ധാരാളമായി അവിടെ കൈകാര്യം ചെയ്യപ്പെടുന്നു. സാമ്പത്തിക വിഷയങ്ങൾ, ഒരിടത്തെ നികുതി പിരിവിൻ്റെ മുഴുവൻ കാര്യങ്ങളും അക്കമിട്ടെഴുതി കൂട്ടിവെച്ചിരിക്കുന്നു. ലക്ഷക്കണക്കിന് രൂപ വിനിമയം. ഭരണപരമായ കത്തിടപാടുകൾ നടത്തുന്നു, പോസ്റ്റിംഗ് ഓർഡറുകൾ കൊടുക്കുന്നു, പരസ്യങ്ങൾ കൊടുക്കുന്നു. ജനങ്ങൾ ശ്രദ്ധിക്കേണ്ട, പഴശ്ശിരാജാവിൻ്റെ സമരകാലത്ത് നടത്തുന്ന ഒരു വിളംബരമുണ്ട്. ആ വിളംബരം ഇങ്ങനെയാണ്, ഞാനതൊന്ന് വായിക്കാം. ആ ഒരു വിളംബരം ഇതാണ്: എല്ലാ ജാതികൾക്കും അറിവാനായിട്ട് പരസ്യമാക്കുന്നത് അതാ എന്നാണ്. എല്ലാ ജാതികൾക്കും. ഇംഗ്ലീഷുകാർ ആണോ നമ്മളുടെ ജാതിയെ കൃത്യമായി ഇനം തിരിച്ച് ചിന്തിക്കാൻ നമ്മളെ പഠിപ്പിച്ചത് എന്ന് നമ്മൾ പോസ്റ്റ് കൊളോണിയൽ പഠനങ്ങളിൽ ജാതിക്കെതിരെ പ്രതിരോധിക്കാൻ നമ്മളെ പ്രാപ്തരാക്കിയത് മിഷണറിമാരും ഇംഗ്ലീഷുകാരുമാണ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ടെങ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ മറന്നു കളയുകയാണ് പതിവ്. നമ്മളൊന്ന് ശ്രദ്ധിച്ചു വായിച്ചാൽ അറിയാം. തലശ്ശേരിയിൽ അടുക്ക പല കുടിയാന്മാർ അവരുടെ കുടികളിൽ നിന്ന് ഒയിച്ചു പോക കൊണ്ട എല്ലാ ജാതികൾക്കും അറിവാനായിട്ടും ഈ എഴുതിയതാകുന്നതാണ്. വടക്കേ അധികാരി തലശ്ശേരി തുക്കടി സൂപ്രന്തണ്ടൻ സായിപ്പ് അവർകൾ പ്രജകളെ എല്ലാവരെയും രക്ഷിപ്പാനായിട്ട പയച്ചിയിൽ കയെത്തിയിട്ടുമുണ്ട്. പയച്ചി പഴശ്ശിയാണ്, മട്ടന്നൂർ ഇന്നത്തെ. ആയതുകൊണ്ട് വല്ല ആളുകളെ അന്യായങ്ങളും മറ്റു പല കാര്യങ്ങളും പറവാനുണ്ടെങ്കിൽ ദിവാൻ കച്ചേരിയും ഫൗജദാർ കച്ചേരിയും ഒന്നിച്ചു കൊണ്ടുവന്നിരിക്കുന്നു. എന്നാൽ ആവിലാതി സങ്കടങ്ങളൊക്കെയുമുള്ളവർക്ക് ഉടനെ കേട്ട് തീർത്തു കൊടുക്കുകയും ആം. വിശേഷിച്ച കുടികളെല്ലാവരും താന്താൻ്റെ വീടുകളിൽ വന്ന് സുഖമായി ഇരുന്നു കൊള്ളുകയും വേണം. ശേഷം മുമ്പേ വ്യാപാരം ചെയ്തവർ ഇപ്പോൾ പീടിക അടച്ചത് മുമ്പിലത്തെ പ്രകാരം പീടിക തുറന്നു വ്യാപാരം ചെയ്യുകയും വേണം. ഇത് ഒരു പരസ്യമാണ്. ഇത്തരത്തിൽ സാധാരണ ജനങ്ങൾക്കുള്ള ഭീഷണികളുണ്ട് ഇതിനകത്ത്. ഈ പരസ്യമെന്ന് നമ്മൾ പറയുമ്പോൾ തന്നെ ഭീഷണിയുണ്ട്. കച്ചവടം നടത്തിയവരൊക്കെ മര്യാദയ്ക്ക് വന്ന് കച്ചവടം നടത്തിക്കണം. ഞാനിവിടെ പഴശ്ശിയിൽ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ പഴശ്ശി രാജാവിൻ്റെ കൊട്ടാരത്തിന് തൊട്ടടുത്തുണ്ട് ഞാൻ. നിങ്ങൾ സൂക്ഷിച്ചോളൂ, രാജാവ് പോലും എനിക്ക് അത്ര വലിയ ആളൊന്നുമല്ല. ഇങ്ങനെ പലതരത്തിൽ ഇതുപോലെ ഇതൊരു കത്ത് മാത്രം 1864 രേഖകളിൽ ഒരെണ്ണം മാത്രമാണ് ഞാൻ ഈ വായിച്ചത്. ഇങ്ങനെ നോക്കിയാൽ മലബാറിലും കേരളത്തിൻ്റെ 18-ാം നൂറ്റാണ്ടിലെ കേരളത്തിൽ പല ഭാഗത്തു നിന്നും ലഭ്യമായിട്ടുള്ള രേഖകളെ അപേക്ഷിച്ച് ഈ ഗദ്യത്തിന് മലയാളത്തിൻ്റെ സ്വാഭാവികതയുടെ സ്വഭാവമുണ്ട്.
ഇനി ഇതിൻ്റെ രൂപപരമായ കാര്യങ്ങളിലേക്ക് വരാം. ഈ രേഖകൾക്ക് പലതും പറയാനുള്ള ശേഷിയുണ്ടെന്ന് നമ്മൾ പറഞ്ഞു. ഇംഗ്ലീഷുകാരോട് പ്രതിഷേധിക്കാനുള്ള ശക്തിയുണ്ട് രേഖകൾക്ക് എന്ന് നമ്മൾ പറഞ്ഞു. മലയാളത്തിൻ്റെ ഏറ്റവും വലിയ ശക്തി അതാണ്, പ്രതിഷേധിക്കാനുള്ള ശേഷി. ഒരു കൊളോണിയൽ ഭരണത്തോട്, അതിശക്തമായ ഒരു കൊളോണിയൽ ഭരണത്തോട് നടുനിവർത്തി നിന്ന് പ്രതിഷേധിക്കാനുള്ള ശേഷി ഭാഷയ്ക്കുണ്ടായിരുന്നു എന്നാണ്. ഇതിൽ വളരെ രൂപപരമായി കാണുന്ന ചില കാര്യങ്ങൾ ഒന്ന് ചൂണ്ടിക്കാണിക്കാം. അതിലൊന്ന് മുൻപ് സൂചിപ്പിച്ചതുപോലെ വാക്യഘടനകളുടെ വൈവിധ്യമാണ്. വളരെ ലളിതമായ വാക്യങ്ങൾ, ഒരു നാമവും ഒരു ക്രിയയും മാത്രമുള്ള വാക്യങ്ങൾ മുതൽ അതിദീർഘമായ വാക്യങ്ങൾ വരെ ഈ രേഖകളിലുണ്ട്. അതിദീർഘമായ വാക്യങ്ങൾ പലപ്പോഴും ഇത് എഴുതുന്ന ആളിൻ്റെ ശൈലീപരമായ അവബോധം കൊണ്ട് സംഭവിക്കുന്നതാവാം. ആധാരം എഴുതുന്നത് പോലെ കമ്പനി ഉദ്യോഗസ്ഥരാണ്, ഈ കൊട്ടാരത്തിലെ ഉദ്യോഗസ്ഥരും കമ്പനിയുടെ ഉദ്യോഗസ്ഥരും ഒക്കെയാണ്, മലയാളികളായ ഉദ്യോഗസ്ഥരുമൊക്കെയാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ ഈ രേഖകളിൽ വളരെ ലളിതമായ ഒരു നാമവും ഒരു ക്രിയയും വരുന്ന ഒരു വാക്യം മുതൽ നീ ഇങ്ങ് വരികയും വേണം, നീ ഇങ്ങ് വരികയും വേണം, പഴശ്ശിരാജാവിൻ്റെ ഒരു കത്തിലുള്ളതാണ്. ഞാനതൊരു ഉദാഹരണം ഇവിടെ വായിക്കാം. ഒറ്റ ഉദാഹരണം. പഴശ്ശിരാജാവ് മുഴക്കുന്നത്ത് പാർവത്യക്കാരന് എഴുതി അയച്ചതാണ്. കൂറ്റരി രാമറ കണ്ടു കാര്യം എന്നാൽ അഞ്ചാനാൽ 500 ഇടങ്ങഴി അരി മാധവൻ്റെ പക്കൽ കൊടുക്കണം. അത് കഴുകയില്ല എങ്കിൽ നെല്ല് കൊടുക്കണം. അതും കഴുകയില്ല എങ്കിൽ മുതലെടുപ്പ് ചാർത്തിയ പട്ടോല കൊടുക്കണം. അതിലും ജരുക്കമെങ്കിൽ നീ താമസിയാതെ തൊടിക്കളത്തേക്ക് വരണം. അത് കഴുകയില്ല എങ്കിൽ പ്രാണനെ രക്ഷിച്ച് വല്ലയിടത്തും പോയിക്കൊള്ളണം. കുടികളോട് പണം എടുക്കണ്ട, എടുത്തുവെങ്കിൽ നിന്റെ നിര്യാണത്ത ആകുന്നു. ഇങ്ങനെയാണ് പറയുന്നത്. 1796 നോക്കുക, ഇവിടെ രാജാവാണ് എഴുതുന്നത്. അപ്പം ഇങ്ങനെ പാർവത്യക്കാരനാണ് എഴുതുന്നത്. പാർവത്യക്കാരൻ എന്ന് പറയുന്നത് പഴശ്ശിയുടെ അധികാരത്തിൽ ഉണ്ടായിരുന്ന ആളാണ്. ഇപ്പോൾ ഇംഗ്ലീഷുകാരുടെ പക്ഷം ചേർന്ന് നിൽക്കുകയാണ്, ഭീഷണിയാണ്. സാമ്പത്തികമായ ഞെരുക്കമുണ്ടാകുമ്പോൾ കൊടുക്കുന്ന ഒരു റിക്വസ്റ്റ്, ഒരു കാര്യം പറയുകയാണ്, ഇവിടെ കിട്ടിയിരിക്കണം, അല്ലെങ്കിൽ നിന്നെ തട്ടിക്കളയുമെന്നാണ് പറയുന്നത്. നോക്കുക, ഭാഷയുടെ ഷാർപ്നെസ് നോക്കുക, ഭാഷയുടെ മൂർച്ച നോക്കുക, ഭാഷയുടെ ഉന്നം നോക്കുക. ഇതാണ് ഇങ്ങനെ ഉള്ള ധാരാളം വാക്യഘടനകൾ. ഇതിലെ വാക്യഘടനകളുടെ വൈവിധ്യത്തെക്കുറിച്ച് കേരള സർവകലാശാലയിലെ ഭാഷാശാസ്ത്ര വിഭാഗത്തിലെ പ്രൊഫസറായിരുന്ന ഡോക്ടർ AP ആൻഡ്രൂസ് കുട്ടി വളരെ വിശദമായി സംസാരിച്ചിട്ടുണ്ട്. അത്ര വാക്യഘടന വൈവിധ്യം ഇതിലുണ്ട്. രണ്ടാമത്തേത്, തനത് രൂപങ്ങളുടെ ഒരു ഗാലറിയാണ് ഈ രേഖകൾ. തനത് രൂപങ്ങളെന്ന് ഞാൻ പറയാൻ കാരണം, മലയാളം രൂപപ്പെട്ടു വന്നതിന് ശേഷം എന്നുള്ള അർത്ഥത്തിലൊന്നുമല്ല. മലയാളം മലനാട്ടിലെ തമിഴിൻ്റെ, കൊടുന്തമിഴിൻ്റെ ഒരു ദേശീയ ഭേദമാണ് മലയാളമായി രൂപാന്തരപ്പെടുന്നതെന്നൊക്കെ നമുക്കറിയാം. ഒരു ദേശീയ ഭേദം ഇങ്ങനെ മലയാളമായി രൂപാന്തരപ്പെടുന്നു എന്നുള്ളത് നമ്മൾ ഏറെക്കുറെ അംഗീകരിച്ചിട്ടുള്ളൊരു സിദ്ധാന്തമാണ്, ഒരു സത്യമാണ്. അപ്പോൾ ഇതിനകത്തപ്പോൾ ഏതെല്ലാം ഭാഷകൾ വരാം? ദ്രാവിഡത്തിൻ്റെ പാരമ്പര്യത്തിലുള്ള എല്ലാ ഭാഷകളും ഇതിനകത്ത് കലർന്നു വരാം. ഈ തത്വം ഗുണ്ടറ്റ് ഗ്രഹിച്ചിരുന്നു. അതുകൊണ്ട് ദ്രാവിഡത്തിൽ നിന്നുള്ള തമിഴ്, കന്നഡ, തെലുങ്ക്, തുളു ഇതൊക്കെ ആണ് ഇതിൻ്റെ റൂട്ടെങ്കിൽ കൃത്യമായി അത് പറയും. ഹിന്ദുസ്ഥാനി ആണെങ്കിൽ അത് പറയും. വിദേശ ഭാഷകൾ ഏതെങ്കിലും അറബിയോ പേർഷ്യനോ ആണെങ്കിൽ അത് പറയും. ഇങ്ങനെ ഈ രേഖകളിൽ ഇപ്പോൾ ഞാൻ രണ്ടാമത്തെ ഭാഗത്ത്, ആദ്യ ഭാഗത്തെക്കുറിച്ചാണ് പറയുന്നത്. ദ്രാവിഡത്തിലെ പ്രാചീന വ്യവഹാര ഭാഷ, കേരളത്തിലെ പ്രാചീന വ്യവഹാര ഭാഷയിൽ ഉണ്ടായിരുന്ന ധാരാളം രൂപങ്ങൾ ഈ രേഖകളിലുണ്ട്. അതിൽ ചിലതിനൊക്കെ ഗുണ്ടറ്റ അർത്ഥം കണ്ടെത്താൻ ശ്രമിച്ചിട്ടുണ്ട്, കിട്ടിയിട്ടില്ല. ആ രേഖകളിലൊക്കെ ഗുണ്ടറ്റ് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട് ചോദ്യചിഹ്നത്തോടു കൂടി. അതുതന്നെ നമുക്ക് ഇപ്പോൾ അന്വേഷിക്കാവുന്ന ഒരു വിഷയമാണ്.
ഞാനിത് പകർത്തി എഴുതുന്ന സമയത്ത് മൂർഖോത്ത് രാവുണ്ണി മാഷിനെയും ഡോക്ടർ കെ ബാലകൃഷ്ണനെയും ഒക്കെ വിളിക്കുമായിരുന്നു ചില വാക്കുകൾ സംശയം വരുമ്പോൾ. അപ്പം അത്തരം നാട്ടുമൊഴിയിലുള്ള ധാരാളം രൂപങ്ങൾ നമുക്ക് ഈ രേഖാശേഖരത്തിലുണ്ട്. ഇവിടെ നിന്നാണ് ഗുണ്ടറ്റ് എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ഗുണ്ടറ്റിൻ്റെ നിഘണ്ടുവിൽ എവിടെ നോക്കിയാലും ഈ രൂപങ്ങൾ കൊടുത്തിട്ട് അവിടെ TR എന്നൊരു ചുരുക്കെഴുത്ത് കൊടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് കാണാം. അപ്പോൾ അങ്ങനെയാണ്. മൂന്നാമത്തെ മറ്റൊരു കാര്യം പറഞ്ഞാൽ, വാമൊഴിക്കും വരമൊഴിക്കും ഇടയിലാണ് രേഖകളിലെ ഭാഷ. വാമൊഴിയിലെ ധാരാളം രൂപങ്ങൾ രേഖയ്ക്കുള്ളിലുണ്ട്. കീയുക എന്നത് മലബാറിൽ സാമാന്യമായി ഉപയോഗിക്കപ്പെടുന്ന ഒരു പദമാണ്. രേഖകളിൽ പലയിടത്തും പ്രത്യക്ഷപ്പെടുന്നു. കൊല കൊത്തുക, വാഴ തറിക്കുക, കുട്ടികളുടെ കാതും കഴുത്തും പറിക്കുക തുടങ്ങി ധാരാളം രൂപങ്ങൾ ഈ രേഖകളിൽ കാണാം. അപ്പം ഇത് മറ്റൊരു കാര്യം ഇതിലെ ഉച്ചാരണ വൈവിധ്യമാണ്. പഴശ്ശി എന്നൊരൊറ്റ വാക്കെടുത്താൽ എത്ര തരത്തിലാണ് പഴശ്ശി എന്ന പദം രേഖകളിൽ എഴുതപ്പെട്ടിരിക്കുന്നതെന്ന് കാണാം. 8 or 10 തരത്തിലാണ്. പൈച്ചി, പയശി, പയച്ചി തുടങ്ങി പലതരത്തിൽ. ലിപി പരിഷ്കാരത്തോടുകൂടി ലിപിനിഷ്ഠമായി വാക്കുകളെ എഴുതുകയും ഉച്ചരിക്കുകയും ചെയ്യണം എന്നുള്ള വിചാരം നമ്മുടെ സമൂഹത്തിൽ പ്രബലമാണ്. എന്നാൽ അതേസമയം വാമൊഴിയിൽ നമ്മൾ എത്രത്തോളം ഉച്ചാരണപരമായ വ്യത്യാസങ്ങൾ വരുത്താമോ അത്രയധികം വ്യത്യാസങ്ങൾ വരുത്താൻ അഭ്യസ്ത വിദ്യർ പോലും മടി കാണിക്കുകയുമില്ല. അവൻ എന്നൊരൊറ്റ രൂപം തന്നെ എടുത്താൽ ഈ രൂപം എത്ര തരത്തിലാണ് കേരളത്തിലുടനീളം ഉച്ചരിക്കപ്പെടുന്നത് എന്നാലോചിക്കുക. എഴുതാൻ ആ വ എന്ന് 3 അക്ഷരങ്ങളായിരിക്കും ഉപയോഗിക്കുക. പക്ഷേ സംഭാഷണ ഭാഷയിൽ ഉച്ചാരണ വൈവിധ്യങ്ങൾ ധാരാളമായി ഉണ്ടാകുന്നുണ്ട്. ഇത്തരം ഉച്ചാരണ വൈവിധ്യങ്ങളെ അങ്ങനെ തന്നെ സംരക്ഷിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് ഈ രേഖകളിലെ ഭാഷയുടെ മറ്റൊരു പ്രത്യേകതയായി ചൂണ്ടിക്കാണിക്കാവുന്നത്. അടുത്ത ഒരിനം അന്യഭാഷാ പദങ്ങളാണ്. മുൻപ് പറഞ്ഞു, ദ്രാവിഡ കുടുംബത്തിലെ ഭാഷകൾ, പ്രാചീന മലയാളത്തിലെ ദ്രാവിഡ കുടുംബത്തിലെയും പ്രാചീന മലയാളത്തിലെയും ഒക്കെ ഭാഷാരൂപങ്ങൾ ഇതിൽ ധാരാളമായിട്ടുണ്ട് എന്ന് നമ്മൾ പറഞ്ഞു. അതിനൊപ്പം തന്നെ മറ്റു വിദേശ ഭാഷകളിൽ അന്യഭാഷകളിൽ ഹിന്ദുസ്ഥാനി, അറബി, പേർഷ്യൻ പോലെയുള്ള ഭാഷകളിൽ നിന്ന് ധാരാളം രൂപങ്ങൾ ഇവിടേക്ക് കടന്നു വന്നത് കാണാം. അറബി ഹർജി, കത്ത്, നികുതി, അദാലത്ത് ഇതൊക്കെ അറബിയാണ്. ജാഗിർ, പൗജദാർ, കരാറ് ഇതൊക്കെ പേർഷ്യനാണ്. കച്ചേരി ഹിന്ദുസ്ഥാനിയാണ്. സൂപ്രണ്ട്, കൊമ്പിഞ്ഞി, റിപ്പോർട്ട്, റെസിപ്റ്റ്, രസീതി ഇതൊക്കെ ഇംഗ്ലീഷാണ്. അപ്പോൾ ഇതെല്ലാം നമ്മുടെ മലയാളത്തിൻ്റെ ഭാഗമായി സ്വാഭാവികമായി ഇണങ്ങുന്ന ഒരു ഘട്ടമാണ് ഈ രേഖകളുടേതെന്ന് പറയാതെ വയ്യ. ഇതെല്ലാം വന്നുകൂടിയതാണ് മലയാളം. ധാരാളം 10, 12 12 13 ഭാഷകളിൽ നിന്ന് നമ്മൾ പദങ്ങളെ സ്വീകരിച്ചിട്ടുണ്ട്. ഇതെല്ലാം കലർന്ന് മലയാളം അതിൻ്റെ ശേഷിയും ശേമുഷിയും പ്രകടിപ്പിക്കുകയാണ് ഇവിടെ. വേറൊന്ന്, വ്യാകരണികതയുള്ള രൂപങ്ങളും വാക്യങ്ങളും. തൊട്ട് മുമ്പ് ഞാനത് സൂചിപ്പിച്ചു. വ്യാകരണപരമായി സാധുവായിട്ടുള്ള വാക്യങ്ങളും പ്രയോഗങ്ങളും പ്രകൃതിപ്രത്യ ബന്ധങ്ങളും ഉള്ള അനേകം ചിഹ്നങ്ങൾ നമുക്ക് ഈ രേഖകളിൽ കാണാനാവുന്നു. ശൈലി പ്രയോഗങ്ങൾ. മറ്റൊന്ന്, മലയാളവൽക്കരിക്കപ്പെടുന്ന ഇംഗ്ലീഷ് രൂപങ്ങൾ എത്രയുണ്ട് ഇതിലെന്ന് പരിശോധിക്കുക. മലയാളവൽക്കരിക്കുകയാണ്. മാസനാമങ്ങൾ ഇംഗ്ലീഷിലേത് മുഴുവൻ മലയാളത്തിലേക്ക് വരുന്നു. സായപ്പന്മാരുടെ പേരുകൾ നമ്മൾ മലയാളത്തിലേക്ക് കൊണ്ടുവരുന്നു. സ്റ്റീഫനെ ഇഷ്ടിവിനും,
ക്രിസ്റ്റഫറെ കുത്തപ്പറും സുപ്രന്തണ്ടനെ സുപ്രന്തണ്ടത്തെയും ഒക്കെയാക്കി പരിവർത്തിപ്പിക്കുകയാണ്. ഇങ്ങനെ ഒരു പ്രത്യേകമായ ഒരു രാസപ്രക്രിയ ഭാഷയ്ക്കുള്ളിൽ നടക്കുന്ന ഈ കാലത്ത് തന്നെ ഭാഷയുടെ ശേഷിയെക്കുറിച്ച്, വിനിമയ ശേഷിയെക്കുറിച്ച്, സംവേദന മൂല്യങ്ങളെക്കുറിച്ച് ഉള്ള കാഴ്ചപ്പാട് ഭരണീയർക്കും ഭരണാധികാരികൾക്കും ഒരുപോലെ ഉണ്ടായിരുന്നു എന്ന് വേണം വിചാരിക്കാൻ. ഈ ശേഷിയെ ഒട്ടൊക്കെ ഇംഗ്ലീഷുകാർ അംഗീകരിക്കുകയും ഉണ്ട് എന്നതിന് തെളിവാണ് രേഖാശേഖരത്തിൽ ഉള്ള ഇത്തരം പ്രയോഗങ്ങളുടെ ആവൃത്തി എന്ന് പറഞ്ഞാലും തെറ്റില്ല. ഇംഗ്ലീഷിൽ എഴുതപ്പെട്ട രേഖകൾ വസ്തുനിഷ്ഠതയിലും ഔപചാരികതയിലും ഊന്നി നിൽക്കുമ്പോൾ മലയാളത്തിലെ രേഖകൾ വസ്തുനിഷ്ഠതയിലും ഔപചാരികതയിലും ഊന്നുന്നതിനൊപ്പം ഭാഷയുടെ ഉപപാദനത്തിലെ സാമൂഹിക മാനങ്ങൾ, കർത്തൃത്വ സ്ഥാനങ്ങൾ, ഭാഷയിൽ പറയുന്നയാളും കേൾക്കുന്നയാളും എഴുതുന്നയാളും വായിക്കുന്നയാളും തമ്മിലുള്ള വൈകാരിക ബന്ധങ്ങൾ, ഭാഷ രൂപപ്പെടുത്തുന്ന സ്വത്വബോധങ്ങൾ, ദേശബോധം, സംസ്കാരം തുടങ്ങിയവയൊക്കെ മലയാളം രേഖകളിൽ വിനിമയം ചെയ്യപ്പെടുന്നു എന്നുള്ളത് പ്രത്യേകമായി എടുത്തു പറയേണ്ടതുണ്ട്. ഇംഗ്ലീഷ് വസ്തുനിഷ്ഠതയിലും ഔപചാരികതയിലും ഊന്നുമ്പോഴാണ് മലയാളം അതിനപ്പുറം മനുഷ്യജീവിതത്തിൻ്റെ സർവ്വമണ്ഡലങ്ങളിലും ഇടപെടുന്നതിൻ്റെ ചിത്രങ്ങൾ ഒരുക്കി വയ്ക്കുന്നത്. ഇതിലുള്ള നൂറുകണക്കിന് രേഖകൾ പരിശോധിച്ചോളൂ. അവിടെയൊക്കെ നമുക്ക് ഈ വാദത്തെ സാധൂകരിക്കുന്ന ഉദാഹരണങ്ങൾ ധാരാളമായി കണ്ടെത്താൻ പറ്റും. അതുകൊണ്ട് ഈ രേഖകളിൽ പ്രത്യക്ഷപ്പെടുന്ന ഓരോ വ്യാകരണ രൂപവും, ഓരോ പദവും, ഓരോ വാക്യവും നിർണയിക്കുന്ന സംവേദന മൂല്യം മലയാള രേഖകളിൽ വളരെ വിലപ്പെട്ടതാണ്. ഇവിടെ ഇത്തരം രേഖകൾ പരിശോധിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് വരുന്ന ഒരു ധാരാളം സംശയങ്ങളുണ്ട്. ആരോട്, എപ്പോൾ, എങ്ങനെ, എന്തിന് തുടങ്ങി നൂറുകണക്കിന് സംശയങ്ങൾ നമ്മുടെ ഉള്ളിലുണ്ടാവും. ഒരു ഭാഷക സമൂഹത്തിൽ നാം ജീവിക്കുമ്പോൾ കൃത്യമായി ഒരു ഭാഷ പ്രയോഗിക്കപ്പെടുന്ന ഭാഷയുടെ അതിരിൽ നിന്നുകൊണ്ടല്ല നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്. മറിച്ച് പ്രയോഗിക്കപ്പെടുന്ന ഭാഷയുടെ അതിരുകൾക്കപ്പുറമുള്ള ബന്ധങ്ങളെ ഭാവന ചെയ്തിട്ടാണ് നമ്മൾ കാര്യങ്ങളെ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് മലയാളം രേഖ പലതും പറഞ്ഞു തരുന്നുണ്ട്, കൂടുതലായി പലതും പറയുന്നുണ്ട്. അപ്പോൾ ഈ പറയുന്നത് എന്താണെന്ന് മനസ്സിലാക്കണമെങ്കിൽ ആ ഭാഷക സമൂഹത്തിനകത്ത് ജീവിക്കണം. ഇതാണ് ഔദ്യോഗികമായ വിനിമയങ്ങളിൽ പ്രധാനപ്പെട്ട ഒരിനം. ഭാഷകനും സംബോധകനും സംബോധിതനും പറച്ചിൽക്കാരനും കേൾവിക്കാരനും ഒക്കെ, അല്ലെങ്കിൽ അവരുൾപ്പെടുന്ന സമൂഹവുമൊക്കെ നിരന്തരം ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ഭാഷാ പ്രയോഗങ്ങൾ ഓരോന്നും ഭാഷയുടെ സജീവമാനങ്ങളിൽ നിന്ന് ഉദയം കൊള്ളുന്നതാണ്. നമ്മൾ ആലോചിച്ച് നോക്കിയാൽ ചില വ്യാകരണ രൂപങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെ ചിന്തിച്ചാൽ ഇത് മനസ്സിലാവും. അനുപ്രയോഗങ്ങൾ ഇല്ലാതിലകാരനൊന്നും പറയുന്നില്ല. മിഷണറിമാരായ വൈയാകരണന്മാർക്കൊന്നും മനസ്സിലായില്ല. ഗുണ്ടറ്റിന് യൂറോപ്യൻ വ്യാകരണത്തിൻ്റെ പരിചയമുണ്ടായിരുന്നതുകൊണ്ട് ഗുണ്ടറ്റിന് മനസ്സിലായി ഇതിൽ എന്തൊക്കെയോ ഉണ്ട്, ഇത് ക്രിയയുടെ തന്നെ മറ്റെന്തോ ഒരു പരിപാടിയാണ് എന്ന് വിചാരിച്ചിട്ട് സഹായ ക്രിയകൾ എന്ന് പറഞ്ഞു. റവറൻഡ് ജോർജ് മാതൻ പോലും അതിനെ വലിയ കാര്യമായിട്ട് പരിഗണിച്ചില്ല. വലിയ കാര്യമായി സഹായ വചനം എന്ന പേരിൽ അദ്ദേഹം അത് ചർച്ച ചെയ്യുന്നുണ്ട്. എന്നാൽ കേരളപാണിനി ഇതിനെ കുറെ കൂടി വിശദപ്പെടുത്തിയെടുക്കുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം, കേരളപാണിനി 1917 കേരളപാണിനീയത്തിൻ്റെ പുതിയ പതിപ്പിലാണ് ഈ കാര്യം വിശദമായി ചർച്ച ചെയ്യുന്നത്. എന്നാൽ 1796 97 എഴുതപ്പെട്ട ഈ രേഖകളിൽ അനുപ്രയോഗങ്ങൾ ധാരാളമായി കണ്ടെത്താൻ പറ്റും. എന്താണ് അനുപ്രയോഗങ്ങൾ? ഒരു ധാതുവിന് പരമായി പ്രയോഗിക്കുന്ന മറ്റൊരു ധാതു അതിൻ്റെ പ്രാക് പ്രയോഗത്തിൽ ഉണ്ടാക്കുന്ന അർത്ഥപരമായ വ്യത്യാസങ്ങളാണ്. മലയാളത്തിൻ്റെ വളർച്ചയിലെ മുഖ്യമായ ഒരിനമാണ് അനുപ്രയോഗങ്ങൾ. കാല
പ്രത്യയങ്ങൾ കൊണ്ട് നമുക്ക് സൂചിപ്പിക്കാനാവാത്ത ഒട്ടേറെ കാര്യങ്ങളെ സൂചിപ്പിക്കാൻ നമുക്ക് അനുപ്രയോഗങ്ങളിലൂടെ കഴിയുന്നു. ഒരു ക്രിയയുടെ അർത്ഥം അവിടെ നിജപ്പെടുത്താതെ അതിൻ്റെ സാധ്യതകളിലേക്ക് നമ്മളുടെ ശ്രോതാവിനെ കൊണ്ടുപോകാൻ നമുക്ക് അനുപ്രയോഗങ്ങളിലൂടെ കഴിയുന്നു. ഈ രേഖാശേഖരം പരിശോധിച്ചാൽ ഇത്തരത്തിലുള്ള അനുപ്രയോഗങ്ങൾ ധാരാളമുണ്ട്. നിഷേധരൂപങ്ങളുണ്ട്, സർവനാമരൂപങ്ങളുണ്ട്, പ്രകാരപ്രത്യയങ്ങളുണ്ട്. മുമ്പ് പറഞ്ഞ പോലെ പ്രകാരപ്രത്യയങ്ങൾ മിക്കവാറും എല്ലാം പിരിച്ച് തന്നെ, അട്ടയൊഴികെ ബാക്കിയുള്ളതെല്ലാം പിരിച്ച് തന്നെയാണ് പ്രയോഗിക്കുന്നത്. ഇടയിൽ ചേർത്തിട്ട് പോകുകയും വേണം, നീ ഇങ്ങ വരികയും വേണം എന്നൊക്കെ പറയുന്നില്ല. അപ്പോൾ ചേർത്തിട്ടാണ് ഇതിനെ യോജിപ്പിക്കുന്നത്. അതുകൊണ്ട് വ്യാകരണപരമായി കൂടി ഇത് സാധുവാണെന്നാണ് ഞാൻ പറഞ്ഞു വെച്ചത്. ഈ മലയാളത്തിൻ്റെ പുതിയ വ്യാകരണം അന്വേഷിക്കുന്നവർക്ക് ഈ രേഖാശേഖരത്തിലെ മാതൃകകൾ ധാരാളമായി ഉപയോഗിക്കാനാവും. ഞാൻ ചുരുക്കുകയാണ്. ജനജീവിതത്തിൻ്റെ ബഹുസ്വരമായ ഇടപെടലുകളെ എങ്ങനെ ഭാഷാനിഷ്ഠമാകുന്നു എന്നതിന് ഏറ്റവും നല്ല മാതൃകയാണ് തലശ്ശേരി രേഖകൾ. ഇവയെല്ലാം വ്യാകരണവൽക്കരിക്കപ്പെടുന്നു. നമ്മളെ പ്രയോഗങ്ങൾ ഓരോന്നും എങ്ങനെയാണ് വ്യാകരണവൽക്കരിക്കപ്പെടുന്നത് എന്ന് മനസ്സിലാക്കാൻ ഈ രേഖകൾ നമുക്ക് ഉപകാരമാകും. യഥാർത്ഥത്തിൽ ദേശഭാഷയായ മലയാളത്തെ ഔദ്യോഗിക ഭാഷയാക്കി വളർത്തുന്നതിൽ ഐക്യകേരള രൂപീകരണ ഘട്ടം മുതൽ നാം പിന്നോക്കം പോയി എന്ന് ഇവിടെ സൂചിപ്പിക്കാതിരിക്കാൻ നിവൃത്തിയില്ല. നമുക്കിത് സെക്രട്ടേറിയറ്റ് ഭരണത്തിൻ്റെ ഭാഷയല്ലാതെ ആയി മലയാളം മാറുന്ന ഒരു സാഹചര്യം തന്നെ ഉണ്ടാകുന്നുണ്ട്. ഏതാണ്ട് ഈ അടുത്ത കാലത്താണ്, 2-3 വർഷങ്ങൾക്ക് മുൻപാണ് നമുക്ക് ഭരണഭാഷയെക്കുറിച്ചുള്ള കൂടുതൽ ആലോചനകൾ വരുന്നത്. യഥാർത്ഥത്തിൽ ഭരണഭാഷയെക്കുറിച്ചുള്ള ആലോചനകൾ കേരളത്തിൽ സ്വാതന്ത്ര്യം ലഭിച്ച ഐക്യകേരളം രൂപീകരിക്കപ്പെട്ട് വർഷങ്ങൾക്ക് ശേഷമാണ് ഉണ്ടാകുന്നതെങ്കിൽ ഐക്യകേരളം രൂപീകരിക്കുന്നതിനും വളരെ വർഷങ്ങൾക്ക് മുൻപ് തന്നെ മലബാറിൽ ഭരണവ്യവഹാരങ്ങൾക്ക് ഈ ഭാഷ സജ്ജമായിരുന്നു എന്നുള്ളതാണ് ഇവിടെ ഞാൻ ചൂണ്ടിക്കാണിക്കാൻ ഉദ്ദേശിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം. പിന്നീട് കോളനി അനന്തര സാഹചര്യത്തിൽ വിദ്യാഭ്യാസം ഉൾപ്പെടെയുള്ള മേഖലകളിൽ ദേശഭാഷ പാർശ്വവൽക്കരിക്കപ്പെടുന്നു. അപ്പം ഒരു പക്ഷത്തെ മിഷണറിമാരുടെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ, ഒരിടത്ത് കൊളോണിയൽ ഭരണത്തിൻ്റെ തുടർച്ച, ഇതെല്ലാം കൂടി ദേശഭാഷയെ ശേഷിയില്ലാത്ത ഒരു ഭാഷയാണ് എന്ന് മനസ്സിലാക്കാൻ നിർബന്ധപൂർവമോ അല്ലാതെയോ ജനങ്ങളെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഭരണ ആസൂത്രണങ്ങളാണ് ഉണ്ടാകുന്നത്. സ്വാഭാവികമായും ഭാഷയിലെ മലയാളത്തിന് സജീവമായ ഇടപെടലുകൾക്ക് ശേഷിയുണ്ടെന്നും ഇംഗ്ലീഷ് കോളനി ഭരണത്തോട് എതിരിടാനുള്ള ശേഷിയുണ്ടെന്നും മറ്റുമുള്ള ഒട്ടേറെ ആലോചനകൾ മുന്നോട്ട് വയ്ക്കുകയാണ് ഈ രേഖകളുടെ പുതിയ വായനകൾ എന്ന് തോന്നിപ്പോവുകയാണ്. ഭാഷയെ വസ്തുനിഷ്ഠമായി സ്വാഭാവികമായി മനസ്സിലാക്കാൻ ഈ രേഖകൾക്ക് കരുത്തുണ്ട് എന്ന് മാത്രം ഒന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഈ പ്രസംഗം അവസാനിപ്പിക്കുന്നു. നന്ദി.
മറ്റെടുത്ത് കടന്നു വരുന്നുണ്ട്. അത് ഒരു കാര്യം. നമ്മൾ പറയുന്നത് മുസ്ലിങ്ങളെ കുറിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന വാക്കാണ്. അപ്പൊ അവർക്ക് അറബി മലയാളം കുറച്ചുകൂടി അറബി മലയാളം എന്നൊരു എടുത്ത് ഇവിടെ ഉണ്ടായിരിക്കും. പക്ഷെ നമുക്ക് മനസ്സിലാകുന്നത് ഈ അറബി മലയാളത്തെക്കാൾ ഇത് യവനരെ കുറിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന വാക്കാണ്. അപ്പൊ അവർക്ക് അറബി മലയാളം ഭാഷകളിലൊക്കെ നമുക്ക് അറബി മലയാളം എന്നൊരു എന്ന് പറയാൻ വേണ്ടിയിട്ട് അതിനാണ് ഈ രണ്ട്. പക്ഷേ മനസ്സിലാകുന്നത് ഈ മലയാളത്തെക്കാൾ ഇത് അപ്പൊ അവർക്ക് അറബി മലയാളം നമുക്ക് അറബി മലയാളം എന്നൊരു എന്ന് പറയാൻ വാക്ക് വേണ്ടി അതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ആധുനിക മലയാളത്തിലെ അക്ഷരങ്ങൾ എന്ന് തുടങ്ങി ഞാൻ പറയുന്നത് തലശ്ശേരി സാഹിത്യ അതിന്റെ ആദ്യത്തെ കൊടുത്തിട്ടുണ്ട്. അത് ആധുനിക മലയാളത്തിൽ അടുത്തൊരു പോക്ക് കൊടുക്കാൻ വളരെ നിർബന്ധപൂർവ്വം പറഞ്ഞിട്ടുണ്ട്. അതിന് കാരണം എന്താണെന്ന് ചെയ്യാനുള്ള ഒരു മാതൃക ഓരോരുത്തർക്കും അപ്പൊ എഴുത്തിൽ പോലുള്ള അങ്ങനെ ധാരാളം രൂപങ്ങൾ ഏതാണ്ട് പഴയ മലയാളത്തിലേക്ക് പറയാവുന്ന തരത്തിൽ നമുക്ക് കാണുന്നുണ്ട്. ചിലയിടത്ത് ലക്ഷങ്ങളുടെ കാര്യത്തിലൊക്കെ പത്രത്തില് പ്രത്യേകിച്ചും എല്ലാവരും ഈ പറഞ്ഞ തയ്യാറാക്കിയ പ്രാചീന പകർപ്പ് എഴുതുന്ന സമയത്ത് പ്രാചീന കേരള ലിപികളിൽ ലക്ഷങ്ങൾ പലതും നല്ല സാമ്യം കാണുന്നുണ്ട്. എല്ലാവരും ഈ പറഞ്ഞ നമുക്ക് തരുന്ന ഒരു സൂചന സാധ്യത ഭാഷയിൽ ദ്രുതഗതിയിലുള്ള ഒരു പരിവർത്തനം നടക്കുന്ന ഒരു ഘട്ടമാണ് എന്നാണ് സൂചന. അപ്പം ചിഹ്നങ്ങളെന്ന് പറയാൻ ഇഷ്ടമില്ല. ഒരു വാക്യം മറ്റൊരു വാക്യത്തിലേക്ക് വേർതിരിക്കുന്നു ചിഹ്നങ്ങളെന്ന് പറയാൻ ഇഷ്ടമില്ല. യൂട്യൂബ് ചാനലിൽ ഞാൻ ഇറങ്ങി വരുന്നുണ്ട്. അതെങ്ങനെ അറിയാൻ പറ്റും? ഹലോ കേൾക്കാം കേൾക്കാം. അപ്പൊ അതെങ്ങനെ അറിയാൻ പറ്റും? വേറെ അപ്പൊ എനിക്ക് ഒരു പ്രശ്നം ഇതിൽ വേറെ പോയിട്ടുണ്ട്. അത് ഓഫാക്കിയാൽ പക്ഷെ ചോദ്യങ്ങൾ വായിക്കാൻ പറ്റില്ല. ഞാൻ ഒരു കാര്യം രണ്ടുമല്ല വേറൊരു ഫോണാണ്. ഇപ്പൊ കുഴപ്പമുണ്ടോ? ഓഫാക്കിയാൽ പക്ഷെ ചോദ്യങ്ങൾ വായിക്കോ ഹൗളിങ്ങല്ലേ? ഞാനിത് വേറൊരു കോപ്പി ചെയ്യാനില്ല. കുഴപ്പമുണ്ടോ? ചോദ്യങ്ങൾ വായിക്കാം. ഹലോ ഹലോ ആ കേൾക്കാം കേൾക്കാം. ഇപ്പൊ കേൾക്കാം. ക്ലിയറല്ലേ? ഇപ്പൊ ഹൗളിങ്ങുണ്ടോ? ഹലോ അപ്പൊ ഞാൻ രണ്ടാമത്തെ ചോദ്യത്തിന് മറുപടിയിലേക്ക് തന്നെ വരാം. ഐഷ പിത ചോദിക്കുന്നത് അക്കാലത്ത് എഴുത്തിന്റെ രീതി എങ്ങനെയാണ്? ആധുനിക മലയാളത്തിലെ അക്ഷരങ്ങൾ ചിഹ്നങ്ങളൊക്കെ എങ്ങനെയാണ് ചോദിക്കുന്നത്. കേൾക്കാമല്ലോ? അപ്പൊ അത് ചിഹ്നങ്ങളെ കുറിച്ച് പറഞ്ഞാല് പത്തെഴുത്തിലെ ചില ലിപികൾ വരുന്നുണ്ട്. എന്നാൽ അതേസമയം ആധുനിക മലയാളത്തിലെ ധാരാളം രൂപങ്ങൾ ഇന്ന് മലയാളത്തിലെ എഴുതുന്ന ലിപിയിലുള്ള ലിപി സമ്പ്രദായത്തിലുള്ള പല രൂപങ്ങളും വരുന്നുണ്ട്.
അപ്പൊ യഥാർത്ഥത്തിൽ മലയാള ഭാഷയുടെ ഒരു പരിവർത്തനത്തിന്റെ ആധുനിക മലയാളത്തിലേക്ക് എത്തുന്നതിന്റെ ഇന്ന് മലയാളത്തിലെ ഒരു സൂചനകൾ ധാരാളം സമ്പ്രദായങ്ങളും പല രൂപങ്ങളും വരുന്നു. പിന്നെ വേറൊന്ന് ചോദിച്ചത് അക്കാലത്തെ എഴുത്തിന്റെ രീതി പ്രധാനമായ വാക്യങ്ങളൊന്നും നമുക്ക് വാക്യങ്ങളായിട്ട് ഇടത്തിരിക്കും പുസ്തകപ്പ് അല്ലെങ്കിൽ ഒരു വരയോ ഒന്നും കാണാനില്ല. സൂചനകൾ റണ്ണിംഗ് മാസ്റ്ററായിട്ട് പോയിരിക്കും. പിന്നെ വേറൊന്ന് ചോദിച്ചത് അപ്പൊ നമ്മൾ വാക്യത്തെ മനസ്സിലാക്കുന്നത് നമ്മുടെ വാക്യത്തിൽ എന്തൊക്കെയാണോ കമ്പോണൻസ് അതിന്റെ അടിസ്ഥാനത്തിലുള്ള ഒരു ധാരണയിൽ നിന്ന് നമ്മൾ വാക്യത്തെ മനസ്സിലാക്കി കൊടുക്കുകയാണ്. പിന്നെ വേറൊന്ന് ചോദിച്ചത് അപ്പൊ നമ്മൾ വാക്യത്തെ വേറെ 1937 ഒരു സർക്കാർ ഗസറ്റ് കാണാനിടയാവുന്നു. അതിൽ കളക്ടർ എന്നൊരു കലക്ടർ അതിനകത്ത് കലക്ടർ എന്ന് തന്നെ പറയുന്നത് കലക്ടർ എന്ന രൂപമാണ്. ഇത്തരത്തിലെന്ന് തോന്നുന്ന പ്രയോഗങ്ങൾ തലശ്ശേരി പഴശ്ശി രേഖയിൽ തീർച്ചയായിട്ടും കലക്ടർ റപ്പടപ്പ റിപ്പോർട്ട് എന്നുള്ളതിൽ റപ്പടപ്പ ഇങ്ങനെയൊക്കെയുള്ള കമ്പനി ഇങ്ങനെയുള്ള ധാരാളം രൂപങ്ങൾ നമുക്ക് കാണാൻ പറ്റുന്നു. പിന്നെ വേറൊരു ചോദ്യം ഭാഷയുടെ ഉൽപ്പത്തിയെ കുറിച്ചുള്ള വാദഗതികളിൽ ചെന്തമിഴ് വാദം എന്താണ് വിശദമാക്കാമോ എന്ന് പറയുന്നുണ്ട്. അത് ഇവിടെ എടുത്തു പറയേണ്ടതല്ല, വിശദീകരിച്ച് പറയേണ്ടത് തമിഴ് ജന്യവാദം എന്ന് പറയുന്നതാണ് പറയുന്നത്. പല വാദങ്ങൾ പറയുന്നു സംസ്കൃത ജന്യവാദം, തമിഴ് ജന്യവാദം, ഭാഷാവാദം പോലെയുള്ള അനേകം വാദങ്ങളിൽ തമിഴിൽ നിന്ന് തന്നെയാണ് മലയാളത്തിന്റെ ഉത്ഭവം എന്ന് പറയുന്ന ഒരു വാദം. അത് ഈ ഒരു സമയത്ത് അത്രയും വിശദീകരിച്ച് പോയിന്റ് പറയാനുള്ള പക്ഷെ അതാണ് ഇത്രയും ചോദ്യങ്ങളാണ് ഞാനിവിടെ കാണുന്നത്. തമിഴിൽ നിന്ന് തന്നെയാണ് മലയാളത്തിന്റെ വേറെ ചോദ്യങ്ങളുണ്ടോ എന്ന് അറിയണമെങ്കിൽ ഞാൻ മൊബൈലൊക്കെ ഓട്ടി വിശദീകരിച്ച് ഹൗളിങ് വന്നു പറയാനുള്ള പക്ഷെ അതാണ് ഇത്രയും ചോദ്യങ്ങളാണ് ഞാനിവിടെ കാണുന്നത്. തമിഴിൽ നിന്ന് വേറെ ചോദ്യങ്ങളുണ്ടോ എന്ന് അറിയണം പറയാൻ കാണുന്നില്ല. മൊബൈലൊക്കെ ഓട്ടി വിശദീകരിച്ച് ഹൗളിങ് വന്നു രേഖകൾ ഇപ്പോൾ നമ്മുടെ ഈ രേഖകൾ അതേ രൂപത്തിൽ മനസ്സിലാക്കണമെങ്കിൽ ഇപ്പോഴത് തിരുവനന്തപുരത്തെ ആർക്കൈവ്സിലുണ്ട്. ആർക്കൈവ്സിൽ ചെന്നാൽ വോളിയങ്ങൾ തിരിച്ച് തന്നെ അത് അവിടെ മൈക്രോഫിലിം അവിടെയാണുള്ളത്. വോളിയം തിരിച്ച് അത് നോക്കി മനസ്സിലായി. എനിക്ക് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഭാഷ പഠിക്കുന്ന ശ്രദ്ധ കേന്ദ്രീകരിച്ചവരുണ്ട്. രാജേഷിനെ പോലെ മുഞ്ചരിക്കുളയിലെ രാജേഷ് KP പോലുള്ള ആളുകൾ വളരെ ശ്രദ്ധാപൂർവം എന്ന് വായിച്ചിട്ടുണ്ട്. MR രാഘവൻ സാറൊക്കെ വളരെ ഗൗരവപൂർവ്വ രേഖകൾ വായിച്ചിട്ടുള്ള ചരിത്രകാരന്മാരാണ്. അപ്പം ഭാഷയുടെ മേഖലയിൽ ഇതിന് വേണ്ടത്ര അന്വേഷണങ്ങൾ പിന്നീട് നടന്നിട്ടുണ്ടോ എന്ന് സംശയമുണ്ട്. ഇതിന്റെ നിയമപരമായ വിഷയങ്ങൾ പോലും പണ്ട് ഒരാൾ ഹൈക്കോടതിയിലെ അഡ്വക്കേറ്റ് ആയിട്ടുള്ള ഒരാൾ ചെയ്തതായിട്ട് കേട്ടിട്ടുണ്ട്. പക്ഷേ ഇത് കൂടുതൽ പഠിക്കപ്പെടേണ്ടത് ഇതിന്റെ ഭാഷയാണ്. ആ ഭാഷാ സംബന്ധമായ കാര്യങ്ങളിൽ ഇത് എത്രത്തോളം പഠിക്കപ്പെട്ടിട്ടുണ്ടെന്ന് സംശയമാണ്. അപ്പൊ എന്റെ ഗവേഷണം ഈ മേഖലയിലായിരുന്നു. പഴശ്ശി രേഖകളിലെ വ്യവഹാര മാതൃകകളെ കുറിച്ചുള്ളതായിരുന്നു. അത് ഡിസ്കോഴ്സ് അനാലിസിസിന്റെ പെർസ്പെക്റ്റീവിലാണ് ചെയ്തത്. ഭാഷയിലല്ലാതെ തന്നെ നമ്മുടെ വ്യാകരണത്തിന്റെയും ഒക്കെ മേഖലയിൽ, ഭാഷാ ചരിത്രത്തിന്റെയും ഒക്കെ മേഖലയിൽ ഇത് ഉപയോഗിക്കേണ്ടതാണ്. ഇത്രയൊക്കെയാണ് ചോദ്യങ്ങളുടെ മറുപടി എന്നുള്ളതിലേക്ക്. നമ്മുടെ ഈ ശബ്ദത്തിന്റെ ചില പ്രശ്നങ്ങൾ കാരണം സർ ആദ്യ ഭാഗം ഒന്നുകൂടി ഒന്ന് ആവർത്തിച്ചാൽ നല്ലതായിരിക്കും. കാരണം ഇപ്പൊ ക്ലിയർ ആണോ? ഇപ്പൊ ഞാൻ പറയുന്നത് ക്ലിയർ ആണോ? പറഞ്ഞ വളരെ ക്ലിയർ ആണ്. ഓക്കെ. ആദ്യത്തെ ചോദ്യം ഈ ഐഷാഫിദയാണ് ചോദിച്ചത്. ഈ ചില രേഖകളിൽ അടിക്കുറിപ്പായി ജോനക മലയാളത്തിൽ തയ്യാറാക്കി മേലാവിലേക്ക് അയച്ചതെന്ന് കാണാം. ഏതാണ് ഈ ജോനക മലയാളം? അറബി മലയാളമാണോ വട്ടെഴുത്താണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പൊ ഈ രേഖകളില് വട്ടെഴുത്ത് ലിപി ഉണ്ട്. ഇതിനകത്ത് ചിലയിടത്ത് വട്ടെഴുത്ത് ലിപികളാണ്, വളരെ ചുരുക്കമായിട്ട്.
പ്രത്യേകിച്ച് അക്കങ്ങളുടെ കാര്യത്തിലൊക്കെ ഉണ്ട്. എന്നാൽ അതേസമയം ഇത് അറബി മലയാളമാണോ എന്ന് എനിക്കും സംശയിക്കാനേ നിവൃത്തിയുള്ളൂ. ആയിഷ പറയുന്നത് പോലെ എനിക്കും അതൊരു സംശയം. എനിക്ക് തോന്നുന്ന കാര്യം ജോനകൻ യവനരെ കുറിക്കാൻ ഉപയോഗിക്കുന്ന ഒരു വാക്കുകൂടിയാണ് യവനരെ കുറിച്ച് പറയാൻ. അപ്പോ ഇവിടെ യൂറോപ്യന്മാരുടെ ഭാഷയിൽ എന്നുള്ള അർത്ഥത്തിൽ ഇംഗ്ലീഷിലേക്ക് തന്നെ പകർത്തിയെടുത്ത്, ഈ മലയാളം രേഖകളുടെ ഗ്രൂപ്പിന് താഴെയാണ് ഇത് വരുന്നത്, ഇംഗ്ലീഷിലേക്ക് തന്നെ പകർത്തി മറ്റ് സംസ്ഥാനം, ഇപ്പം ചെന്നൈയല്ല മദുരാസിയാണ്, മധുരാസ എന്നാണ് പറയുന്നത് രേഖകൾ, മധുരാസ. ബംഗാളാണ്. പിന്നെ ബോംബെയാണ്. അപ്പൊ ഇത്തരം ഭാഗങ്ങളിലേക്ക് പോവുകയാണ്. അപ്പൊ അവിടെയുള്ള ആളുകൾക്ക് കമ്പനിയുടെ തന്നെ, ഇംഗ്ലീഷ് കമ്പനിയുടെ, ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ആളുകൾക്ക് തന്നെ വായിക്കാൻ വേണ്ടി അതിന് പാകപ്പെട്ട ഭാഷയിലേക്ക് മാറ്റി എഴുതി കൊണ്ടുപോകുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് ഉപരിഗവേഷണങ്ങൾ കൊണ്ട് ഇനി അറബി മലയാളം എന്നൊരു എഴുത്ത് രീതി മലബാറിലുണ്ട്. അപ്പൊ ആ രീതിയിലേക്ക് ഇത് വരേണ്ട കാര്യമുണ്ടോ? ഉണ്ടെങ്കിൽ പറയാവുന്നൊരു കാര്യം, ഈ സമരവുമായി ബന്ധപ്പെട്ട് പ്രത്യക്ഷപ്പെടുന്ന പ്രധാനപ്പെട്ട ഒരു വിഭാഗമാണ് മുസ്ലിങ്ങൾ, മലബാറിലെ മുസ്ലിങ്ങൾ. കുറിച്യർ വരുന്നുണ്ട്, കുറുമരുണ്ട്, മുള്ളുക്കുറുമരുണ്ട്, പിന്നെ നമ്പൂതിരിമാരുണ്ട്, നായന്മാരുണ്ട്, തീയരുണ്ട്. ഇവർക്കൊപ്പം വളരെ പ്രോമിനന്റ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റി ആയിട്ട് നമ്മൾ കാണുന്നത് മുസ്ലിങ്ങളാണ്. പഴശ്ശിരാജാവിന്റെ കൂടെ ഒപ്പം നിന്ന് സമരം ചെയ്യുന്ന വളരെ പ്രമുഖരായിട്ടുള്ള മുസ്ലിം നേതാക്കന്മാരൊക്കെ ഉണ്ട്. അതിനപ്പുറം ഈ ഒരു വ്യവഹാര മണ്ഡലത്തിൽ അറബി മലയാളത്തിലേക്ക് ഇത് കൊണ്ടുവരേണ്ട ഒരു സാഹചര്യം എനിക്ക് തോന്നിയിട്ടില്ല. അതിനകത്ത് ഇങ്ങനെയുള്ളവർ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ പോലും ഇതെല്ലാം പ്രവർത്തിക്കുന്നത് ഇംഗ്ലീഷ് അധിനിവേശത്തിന്റെ താഴെയാണ്. അപ്പൊ ഇംഗ്ലീഷ് അധിനിവേശത്തിന്റെ ഭാഗമായി നിൽക്കുന്ന കമ്പനിയുടെ ഉദ്യോഗസ്ഥർക്ക് മനസ്സിലാകുന്ന ഒരു ഭാഷയിലേക്കാണ് ഇത് കൊണ്ടുപോകുന്നത് എന്നാണ് ഞാൻ അന്ന് മനസ്സിലാക്കിയിട്ടുള്ളത്. മറ്റെന്തെങ്കിലും ഉണ്ടെങ്കിൽ ഉപരി ഗവേഷണങ്ങളാവാം എന്നാണ്. പറഞ്ഞു അക്കാലത്ത് ശരിക്കും നമ്മുടെ ആധുനിക മലയാളം ഇന്നത്തെ പോലെ വ്യവസ്ഥപ്പെട്ടിട്ടില്ലല്ലോ. എഴുത്ത് രീതിയിൽ വട്ടെഴുത്ത് ധാരാളമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഉണ്ട്. പല സമുദായങ്ങളും പ്രത്യേകിച്ച് കോഴിക്കോട്, കണ്ണൂർ ഭാഗങ്ങളിലൊക്കെ ഈ മരപ്പണിയെടുക്കുന്ന ആശാരി പണിയെടുക്കുന്ന ആളുകളൊക്കെ തന്നെ ഇപ്പോഴും ചിലരൊക്കെ അവരുടെ രേഖകളൊക്കെ വട്ടെഴുത്തിൽ എഴുതുന്നതായിട്ട് കാണാം. ചില കണക്ക് കാര്യങ്ങളൊക്കെ വട്ടെഴുത്തിൽ എഴുതുന്നതായിട്ട് കാണാം. അപ്പൊ അക്കാലത്തെ രേഖകളിൽ വട്ടെഴുത്ത് രേഖകൾ എത്രത്തോളം ഉണ്ടായിരുന്നു എന്നതിനെ സംബന്ധിച്ച് വല്ല ധാരണയുണ്ടോ? വളരെ വട്ടെഴുത്ത് രേഖകൾ മറ്റ് പഴശ്ശി രേഖകൾക്കകത്തോ അല്ലെങ്കിൽ തലശ്ശേരി രേഖകൾക്കകത്താണോ ചോദിക്കുന്നത്? അതെ. ഇതിനകത്ത് ലിപികൾ മാത്രമേ കാണുന്നുള്ളൂ. വട്ടെഴുത്തില് ലിപികൾ വളരെ ചുരുക്കം, വളരെ കുറച്ച് ലിപികൾ മാത്രമേ ഉള്ളൂ. നമ്മൾ സൂക്ഷിച്ചു നോക്കിയാൽ ഇന്നത്തെ ഭാഷയിൽ സാമാന്യ പരിചയമുള്ള ഒരാൾക്ക് മനസ്സിലാകുന്ന ലിപികളാണ് ഇതിലേത്. നമ്മുടെ ഈ എഴുത്തിൽ എഴുതുന്ന ആളിന്റെ പ്രത്യേകതകൾ കൊണ്ട് ചില വായിക്കാനുള്ള ക്ലേശങ്ങൾ നമുക്ക് തോന്നിയേക്കാം. അപ്പൊ എഴുതുമ്പോ എയുടെ വരയിൽ താഴോട്ട് വരുന്ന കുനിപ്പ് അത്ര കണ്ടില്ല, ചിലപ്പോൾ മുകളിലേക്ക് അങ്ങ് മറിഞ്ഞു വീഴുന്നതായിട്ട്. അപ്പൊ ഇന്ന് നമുക്ക് പരസ്പര പൊരുത്തം കൊണ്ട്, ഒരു വാക്യ ബോധം കൊണ്ട് നമുക്ക് പലപ്പോഴും വ്യക്തമാക്കി എടുക്കാൻ പറ്റും ലിപി എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്, ആധുനിക മലയാളത്തിന്റെ പടിവാതിൽക്കലാണ് ഇത് നിൽക്കുന്നത്. അവിടുന്ന് വളരെ പെട്ടെന്നാണ് നമ്മൾ ആധുനിക മലയാളത്തിലേക്ക്. അതുകൊണ്ട് ഇന്ന് മലയാള ഭാഷയിൽ പരിചയമുള്ള ഒരാൾക്ക് ക്ലേശമില്ലാതെ തന്നെ ഈ രേഖകൾ വായിക്കാൻ പറ്റും. അതാണ് ഇതിന്റെ പ്രത്യേകത. നമുക്ക് കേൾക്കുമ്പോൾ വളരെ 1790-കളിലൊക്കെ മലബാറിലുള്ള ഒരു ഭാഷയാണൊക്കെ നമ്മൾ പറയുമ്പോൾ അങ്ങനെ നമ്മൾ അതിനെ അത്രയും പഴക്കമുള്ളത് എന്ന് വിചാരിക്കേണ്ട കാര്യമില്ല. പരിചയം കൊണ്ട് നമുക്കിതൊരു പുതിയ മലയാളം തന്നെയാണെന്ന് തോന്നിപ്പോകുന്നതാണ്. ഞാൻ ആ 2 രേഖകൾ ഇവിടെ വായിച്ചല്ലോ. മുഴക്കുന്നം പാർവതിക്കാരന് പഴശ്ശിരാജാവ് എഴുതുന്ന ഒരു രേഖ വായിച്ചു, ഒരു പരസ്യം വായിച്ചു. ഇനി പഴശ്ശിരാജാവിന്റെ ഒരു കത്ത് വായിക്കുക. ഇംഗ്ലീഷ് കുമ്പഞ്ഞി ബലവാനെങ്കിലും നേരും ന്യായവും വിസ്തരിക്കേണ്ട എന്ന് വിചാരിച്ചിട്ടില്ലല്ലോ എന്നൊക്കെ ചോദിക്കുന്നിടത്ത് നമ്മുടെ മലയാളം തന്നെയാണ് ഈ കാണുന്നത്. പക്ഷെ ആ ലിപി കൊണ്ട് ലിപിയുടെ പ്രശ്നം മാത്രമല്ല, പ്രശ്നം കൊണ്ടല്ല, ലിപിയേക്കാൾ ആ ലിപി എഴുതുന്ന ആളിന്റെ വ്യക്തിപരമായ
ശൈലികൾ കൊണ്ട് നമുക്ക് അപരിചിതത്വം ഉണ്ടായേക്കാം. പിന്നെ വേറൊരു പ്രശ്നമുള്ളത്, നിങ്ങൾക്ക് വായിച്ചാൽ മനസ്സിലാകാൻ ബുദ്ധിമുട്ട് വരാവുന്ന ഒരു കാര്യം, പറയുന്നത് ശരിയാണ്, കുടക് കാലരി വീരരാജേന്ദ്ര ഒടയർ എഴുതുന്ന കത്തുകളാണ്. അത് കന്നഡയോട് നല്ല സാമ്യമുള്ളതാണ്. വളരെ ക്ലേശമുണ്ട്. അത് ഇപ്പോഴും ഞാൻ പറയും, എനിക്ക് ഇപ്പൊ വായിച്ചാലും എനിക്ക് ക്ലേശമായിട്ട് തോന്നും. അങ്ങനെയുള്ള രേഖകളുണ്ട്. അതിന് കന്നഡയോട് വലിയ സാമ്യം ഉണ്ട്. അതുകൊണ്ട് വരാം. ഇപ്പൊ കർണാടകയുടെ ബോർഡറിൽ നിന്ന് വരുന്ന കത്തുകളിൽ ഈ ഒരു പ്രശ്നം വരുന്നുണ്ട്, വായനയിൽ ക്ലേശം ഉണ്ടാകുന്നു. പക്ഷെ കടത്തനാട് ചിറക്കലിന്റെ അത്ര കുഴപ്പമില്ല. ചിറക്കലിന്റെ ഈ ചെറിയ ക്ലേശം വായനയിൽ ഉണ്ടാകുന്നു. എന്നാൽ കണ്ണൂർ ആദിരാജ ബീബിയുടെയോ അല്ലെങ്കിൽ കടത്തനാട്ട് രാജാവിന്റെയോ പഴശ്ശിരാജാവിന്റെയോ കുറുമ്പനാട്ട് രാജാവിന്റെ ഒന്നും കത്തുകളിൽ ഈ ക്ലേശം എനിക്ക് തോന്നിയിട്ടില്ല. അതാണ് പറയാനുള്ളത്. ഒരു ചോദ്യം കൂടി ഞാൻ വന്നിട്ടുണ്ട്. ഷാഹിന VK ചോദിച്ചിരിക്കുന്നത്, പഴശ്ശിരേഖകളിൽ സംസ്കൃത പ്രയോഗങ്ങൾ അധികം ഇല്ലെന്നാണ് മനസ്സിലായത്. കൃഷ്ണഗാഥയിൽ എന്നുള്ളത് കഴിഞ്ഞിട്ട് ബാക്കി കാണാൻ പറ്റില്ല, എനിക്ക് വന്നിട്ടില്ല. കൃഷ്ണഗാഥയിൽ കൃഷ്ണഗാഥയുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. അതാ പറഞ്ഞ നല്ല നിരീക്ഷണം ശരിയാണത്. ഷാഹിനയുടെ നിരീക്ഷണം ശരിയാണ്. സംസ്കൃത രൂപങ്ങൾ വളരെ കുറവാണ് ഇതിനകത്ത് വരുന്നത്. ഇല്ലെന്നല്ല, തേഞ്ഞ് മലയാളത്തിന്റെ ഭാഗമായിട്ടുള്ള സംസ്കൃത രൂപങ്ങൾ നമുക്ക് മലയാളം പോലെ നമ്മുടെ ഭാഷയുടെ പദമായി മാറിയ സംസ്കൃത രൂപങ്ങൾ വരുന്നുണ്ട്. എന്നാൽ അതേസമയം സംസ്കൃതത്തിന്റെ ആധിക്യം വളരെ കുറവാണ്. അതൊരു സ്വതന്ത്രമാണ്. പിന്നെ നമുക്കൊരു കാര്യം കൂടി സാറിന്റെ പ്രഭാഷണത്തിൽ പറയാൻ ശ്രമിച്ചൊരു കാര്യമാണ്. നമുക്ക് പഴശ്ശി രേഖകളിൽ കാണുന്ന, തലശ്ശേരി രേഖകളിൽ കാണുന്ന മലയാളം വലിയൊരു പങ്ക് ഭരണകാര്യങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള മലയാളമാണ്. നമുക്ക് ഈയിടെയായിട്ട് ഭരണഭാഷാ മലയാളവുമായി ബന്ധപ്പെട്ട് വിപുലമായ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. കുറെ കാലം മുമ്പേ തുടങ്ങിയ ചർച്ചകളാണ്. ആ ചർച്ചകൾ അവസാനിച്ചിട്ടില്ല. ഇപ്പോഴും പുതിയ രീതിയിൽ ആ ചർച്ചകൾ വരുന്നു. നമ്മുടെ തന്നെ ഈ പരിപാടിയുടെ തന്നെ തൊട്ട് മുമ്പത്തെ സെഷൻ ഭരണഭാഷയുമായി ബന്ധപ്പെട്ടുള്ള ഒരു സെഷനായിരുന്നു. അപ്പോ ഈ രേഖകളൊക്കെ വിസ്തരിച്ച് പരിശോധിച്ച ഒരു ഗവേഷകൻ എന്നുള്ള രീതിയിൽ നമ്മുടെ ഈ ആധുനിക കേരളത്തിലെ ഭരണഭാഷയ്ക്ക് ഈ പഴശ്ശി രേഖകളിൽ നിന്ന് എന്തെങ്കിലും സ്വീകരിക്കാനുണ്ടോ? ഞാന് തുടങ്ങുന്ന സമയത്ത് സൂചിപ്പിച്ചു എന്നാണ് എൻ്റെ ഓർമ്മ. തിരുവനന്തപുരത്ത് നമ്മളുടെ അധികാരം കേന്ദ്രീകരിക്കുന്നതോടുകൂടി നമ്മൾ ഇംഗ്ലീഷുകാരുടെ ഭാഷയും വിനിമയ രീതികളും സ്വീകരിച്ചെടുക്കുകയാണ് ഉണ്ടായത്. അത് ആദ്യകാലത്ത് അത്ര ശക്തമായിരുന്നില്ലെങ്കിൽ കൂടി പിന്നീട് IAS നമ്മുടെ ഇന്ത്യൻ സിവിൽ സർവീസിന്റെ ശക്തി കൂടുന്നതിനനുസരിച്ച് മലയാളം പുറകോട്ട് പോവുകയാണ് ഉണ്ടാകുന്നത്. ആദ്യകാലം മുതൽ തന്നെ ഈ പ്രശ്നമുണ്ട്. EMSന്റെ മന്ത്രിസഭയിൽ വിദ്യാഭ്യാസ മന്ത്രി ആയിരുന്ന അത് നമ്മുടെ മുണ്ടശ്ശേരിയാണ്. എന്നിട്ട് പോലും മലയാളത്തെ ഒരു ഭരണഭാഷയായി ഉയർത്തിയെടുക്കുവാൻ നമ്മൾക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് ശരി. അപ്പൊ ഈ രേഖകളുടെ പശ്ചാത്തലത്തിൽ നോക്കിയാൽ ഞാൻ ആദ്യം തന്നെ പറയുന്ന ഒരു കാര്യം, ഈ മലയാളം കൊണ്ട് അസാധ്യമായി ഒന്നുമില്ല എന്ന് ഈ രേഖകൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. കാരണം എന്തൊക്കെ ഒരു ഭരണതലത്തിൽ എന്തൊക്കെ പറയണം, എങ്ങനെയൊക്കെ പറയണം, അതിനൊക്കെ പ്രാപ്തമായൊരു മലയാളമാണ് അന്ന് മലബാറിൽ ഉണ്ടായിരുന്നത്. ഈ മലയാളത്തെ 100 വർഷം കഴിഞ്ഞിട്ടും നമുക്ക് മലയാളിയുടെ ഭരണ വ്യവഹാരങ്ങളിലേക്ക് പറിച്ചു നടാൻ അന്ന് കഴിഞ്ഞില്ല. 1793 എന്ന് പറയുമ്പോൾ 100 വർഷമല്ല, അതിനപ്പുറത്ത് കഴിഞ്ഞിട്ടും അവിടെ ചേർക്കാൻ കഴിഞ്ഞില്ല. ഇതിനകത്ത് പല തരത്തിലുള്ള രേഖകളുണ്ട്. നമ്മൾ കൃത്യമായ ഹയറാർക്കിക്കൽ ഓർഡർ തന്നെ ഈ രേഖകളുടെ വിനിമയങ്ങളിലുണ്ട്. കത്തുകൾ ആരംഭിക്കുന്നത് സംബോധന വാക്യം നോക്കുക. പിന്നെ ഇംഗ്രീസ കുമ്പഞ്ഞി തലശ്ശേരി വടക്കേ അധികാരി തുക്കടി സൂപ്രണ്ട് ഇന്നയാൾക്ക്
കോട്ടയത്ത് കേരളവർമ്മ പഴശ്ശിരാജാവ് സലാം എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങുന്നത്. സലാം എന്ന് പറയുന്നത് അറബിയാണ്, അല്ലെ? അറബിയാണ് സലാം എന്ന് പറഞ്ഞു. എന്നിട്ട് ഇങ്ങനെ കാര്യങ്ങൾ അങ്ങോട്ട് പറഞ്ഞിട്ട് അവസാനം കൊണ്ടുവന്നിട്ട് ഇന്ന വർഷം ഇന്ന സ്ഥലത്ത് നിന്ന് ഇന്ന വർഷം ഇന്ന മാസം ഇന്ന തീയതി, അത് കൊല്ലവർഷവും ഇംഗ്ലീഷ് വർഷവും കൊടുക്കും എഴുതിയത് എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ഇത് നമ്മൾ എത്ര പാടുപെട്ടിട്ടാണ് ഇന്ന് പ്രേക്ഷകനും സ്വീകർത്താവുമാക്കി. പ്രേക്ഷകൻ എന്ന് പറയുന്ന ആള് അയക്കുന്നയാളാണ്, സ്വീകർത്താവ് എന്ന് പറയുന്നത് സ്വീകരിക്കുന്നയാളാണ്. അതിപ്പോ സെക്രട്ടേറിയറ്റിന്റെ മുൻ ഓഫീസിലെ തപാൽ സെക്ഷനിലെ ആളുമാകാം. അതാണ്. അപ്പൊ ഈ നിലയിൽ നമ്മൾ ഫ്രം ടു എന്നുള്ള ഇംഗ്ലീഷിന്റെ ആ മോഡൽ അതുപോലെ കടമെടുക്കാനായിട്ട് ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. ആ കടമെടുക്കുക എപ്പോൾ എന്ത് പറ്റുന്നു എന്ന് ചോദിച്ചാൽ, ഇവിടെ ഹർജി എഴുതുന്നതും ഒക്കെ ഇപ്പോൾ ഈ മാതൃകയിലാണ്. അപ്പൊ ഹർജിയുടേതായിട്ടുള്ള ഒരു സല്യൂട്ടേഷൻ നമുക്കുണ്ടായിരുന്നു, ഹർജിയുടേതായിട്ടുള്ള ഒരു ഭാഷയുണ്ടായിരുന്നു, കത്തിൻ്റെതായിട്ട് സല്യൂട്ടേഷൻ ഉണ്ട്, കത്തിൻ്റെതായിട്ടുള്ള ബോഡിയുണ്ട്, അതിൻ്റെതായിട്ടുള്ള ഭാഷാക്രമമുണ്ട്, ശൈലിയുണ്ട്. ഇതെല്ലാം വിട്ടിട്ട് നമ്മളിപ്പോൾ ഇതിനെ മുഴുവൻ ഒരു ഇംഗ്ലീഷ് മാതൃകയിലേക്ക് കൊണ്ടുവരും. വേറെയുമുണ്ട് കത്തിടപാടുകൾ, ഓലക്കരണം, കരാർനാമം, കൽപ്പന എന്നിങ്ങനെ പല തരത്തിൽ, പരസ്യം എന്നൊക്കെ പറഞ്ഞ് പലതരത്തിലുണ്ട് ഇത്. അപ്പൊ അതിൻ്റെതായ ഒരു ഭാഷയുണ്ട്, ഓരോന്നിനുണ്ട് ഭാഷ. ആ ഭാഷ മറ്റുള്ളതിൽ നിന്ന് വ്യത്യസ്തമാകുന്നു. ഇപ്പൊ രാജാക്കന്മാർ എഴുതുന്ന കത്തിന്റെ ഭാഷയല്ല ഹർജിയുടേതല്ല തരകിൻ്റേത് അല്ല കൽപ്പനയുടേത്. ഇതിങ്ങനെ മാറി വരും. അപ്പൊ ഇങ്ങനെ ഒരു എഴുത്ത് സമ്പ്രദായം ഔദ്യോഗികമായ കത്തിടപാടിന് പറ്റുന്ന ഒരു ഭാഷാ രീതി മലയാളത്തിലുണ്ടായിരുന്നു. ഇത് നമ്മൾ തിരുവനന്തപുരത്തേക്ക് ഐക്യ കേരളത്തിന്റെ അധികാരം ക്രമീകരിക്കുന്നതോടുകൂടി നമ്മൾ ജനാധിപത്യമൊക്കെ പറയുമെങ്കിലും ജനങ്ങളുടെ ഭാഷയിൽ നിന്ന് നമ്മൾ ഇതിനെ പതുക്കെ മാറ്റിയെടുത്ത് ഇത് ഭരിക്കുന്നവരുടെ ഭാഷയിലേക്ക് ഇതിനെ വ്യവസ്ഥപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാവുന്നു. ഇപ്പോഴും നമുക്ക് അടിവരയിട്ട് ഈ രേഖകൾ വായിക്കുന്ന ഒരാൾക്ക് ഒരു പക്ഷേ മതിലകം രേഖകളായിരിക്കും അവർ മാതൃകയാക്കിയത്. മതിലകം രേഖകൾ കുറെ കൂടി ക്ലിഷ്ടമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അത് കുറച്ചുകൂടെ പഴക്കമുള്ളതാണ് മതിലകം രേഖകൾ. അതുകൊണ്ട് മലയാളം കൊണ്ട് ഇത് സാധിക്കില്ല എന്ന് പറയാനുള്ള നമ്മളുടെ ഒരു താല്പര്യമാണ് ഇവിടെ വരുന്നത്. മലയാളം കൊണ്ട് അറിയാനും അറിയിക്കാനും പറ്റും എന്നുള്ളതല്ല, മലയാളം ഇതിനൊന്നും പ്രാപ്തമല്ല എന്ന് പറയാൻ നമ്മൾ തന്നെ ശ്രമിക്കുകയാണ്. അതുകൊണ്ട് അതിന്റെ ഭാഗമാണ് സയൻസ് മലയാളത്തിൽ പറയാൻ പറ്റില്ല, സാമൂഹ്യശാസ്ത്രം മലയാളത്തിൽ പറയാൻ പറ്റില്ല എന്നൊക്കെയുള്ള നമ്മളുടെ മൂഢമായ ചില അവകാശവാദങ്ങൾ. മലയാളത്തിന് പ്രാപ്തിയില്ല എന്ന് പറഞ്ഞ് മലയാളമാണ് സ്വർഗത്തിലേക്കുള്ള ഒരു വഴിയെന്നൊന്നും എനിക്ക് അഭിപ്രായമില്ല. മലയാളം പോലെ തന്നെ മലയാളം മാത്രം പഠിക്കണം എന്നൊന്നുമില്ല. ഇംഗ്ലീഷ് പഠിക്കണം, ഇനിയിപ്പോ തമിഴ് വേണമെങ്കിൽ തമിഴ് പഠിക്കണം, സംസ്കൃതം പഠിക്കണം. ഇപ്പൊ പുതിയ NEP-യുടെ ഇതൊക്കെ വരുമ്പോൾ സംസ്കൃതം നമുക്ക് ഉപകാരമാവും, സംസ്കൃതം പഠിക്കണം. പക്ഷേ ഒന്നാമത്തെ ഭാഷ എന്നുള്ളതിലേക്ക് കേരളത്തിലെ ജനസംഖ്യയിൽ വലിയൊരു ശതമാനം സംസാരിക്കുന്ന അറിയുന്ന ഒരു ഭാഷ എന്നുള്ള നിലയ്ക്ക് മലയാളത്തെ ഭരണഭാഷയിലേക്ക് ക്രമപ്പെടുത്തണം. വീണ്ടും ഇപ്പോൾ അത് നടക്കുന്നുണ്ടെങ്കിൽ പോലും വളരെ ഉച്ചത്തോടു കൂടിയൊക്കെ അതിനെ കാണുന്ന ആൾക്കാരുണ്ട്. ഞാൻ കണ്ടിട്ടുണ്ട്. മലയാളം എഴുതാനും വായിക്കാനും അറിയില്ല, ഇംഗ്ലീഷ് എഴുതാനും വായിക്കാനും അറിയില്ല. ഈ ആളാണ് ഓഫീസിലിരുന്ന് ഇതിനെയൊക്കെ ഞാൻ എങ്ങനെ മലയാളമാക്കുമെന്ന് ചോദിക്കുന്നത്. SSLC പണ്ടൊക്കെ SSLC വിദ്യാഭ്യാസം കഴിഞ്ഞ് ക്ലറിക്കൽ പോസ്റ്റിൽ സർവീസിൽ കയറി ഇട്ട് ഇംഗ്ലീഷും അറിയില്ല, മലയാളം അറിയില്ല. ഞാൻ വേറൊരു കാര്യം കൂടി പറയാം. ഇപ്പോൾ അബ്ദുൾ ലത്തീഫ് ചോദിച്ചതിന് മറുപടിയായിട്ട് ഒരു കാര്യം കൂടി പറയാം. നമ്മളുടെ സെക്രട്ടേറിയറ്റ് വിദ്യാഭ്യാസ വിനിമയത്തിന്റെ ഏറ്റവും വലിയൊരു പോരായ്മ വേണ്ടത്ര ഇംഗ്ലീഷ് പരിജ്ഞാനം ആളുകൾ ആണ് ഇംഗ്ലീഷ് ഓർഡറുകൾ തയ്യാറാക്കുന്നത് എന്നുള്ളതാണ്. അതിന്റെ കുഴപ്പം എന്താണെന്ന് ചോദിച്ചാൽ, അതുകൊണ്ടാണ് ഒരു ഗവൺമെന്റ് ഉത്തരവിറങ്ങിയാൽ അതിന് 10, 20, 30, 40 ക്ലാരിഫിക്കേഷൻ ഓർഡറുകൾ വീണ്ടും ഇറങ്ങേണ്ടി വരുന്നത്. ഈ ക്ലാരിഫിക്കേഷൻ ഓർഡർ ഇറങ്ങേണ്ടി വരുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, സെക്രട്ടേറിയറ്റ് ജീവനക്കാർക്ക് വേണ്ടത്ര ഇംഗ്ലീഷ് പരിജ്ഞാനം ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും. എന്ന് പറഞ്ഞാൽ അവരെല്ലാം ഇംഗ്ലീഷ് പ്രൊഫസർമാരെ പോലെ സംസാരിക്കണം എന്നുള്ള അർത്ഥത്തിലല്ല. ഇംഗ്ലീഷിലെ കത്തിടപാടുകളിൽ അവർ കോപ്പി പേസ്റ്റ് നടത്തുകയാണ് പലപ്പോഴും ചെയ്യുന്നത്. ഈ കോപ്പി പേസ്റ്റ് നടത്തുമ്പോൾ അതിന് കൃത്യമായ ഒരു ഓർഡർ ഉണ്ട്. നിങ്ങൾ നോക്കിയാൽ അറിയാം, ഒരു ഓർഡർ വരുന്നത് അതിന് മുൻപുള്ള അതിന്റെ ഒരു ഹിസ്റ്ററി വരും. ആ ഹിസ്റ്ററി എല്ലാം കഴിഞ്ഞിട്ട് ഇതെല്ലാം ഞങ്ങൾ വായിച്ചു നോക്കി, ഇതിന്റെ അടിസ്ഥാനത്തിൽ അത് ഇംഗ്ലീഷിലാണ് ഞാൻ പറയുന്നത്, ഞാൻ മലയാളത്തിൽ പറയുന്നതേ ഉള്ളൂ. ഇംഗ്ലീഷിലെല്ലാം പറഞ്ഞിട്ട്
ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് പരിശോധിച്ചിട്ട് ഇതിങ്ങനെ അല്ല പോകേണ്ടത്, മറിച്ച് ഗവൺമെന്റ് തീരുമാനിക്കുന്നു ഇങ്ങനെ നടപ്പാക്കാൻ. ഇത് മലയാളത്തിൽ അങ്ങ് പറഞ്ഞാൽ പോലും. ഈ മലയാളത്തിൽ പറയാമെങ്കിൽ എല്ലാവർക്കും ഇത് കാര്യം മനസ്സിലാവും, എഴുതുന്ന ആളിനും മനസ്സിലാവും, വായിക്കുന്ന എല്ലാവർക്കും മനസ്സിലാവും. ഇനി വായിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ, മലയാളത്തിൽ വായിച്ചിട്ട് മനസ്സിലാകാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്ത് കൊടുക്കുക, അതല്ലേ എന്റെ മര്യാദ. മറിച്ച് ഇംഗ്ലീഷ് അറിയാത്ത ഒരാൾ ഇംഗ്ലീഷിൽ ഓർഡർ ഇറക്കിയാൽ ഉള്ള കുഴപ്പം അതിന് 100 കണക്കിന്. ഈ ക്ലാരിഫിക്കേഷൻ ഓർഡർ ഓരോന്നും ഇറങ്ങാൻ വേണ്ടി സർക്കാർ ഖജനാവിൽ നിന്ന് കാശ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അയാളുടെ ഈ ക്ലാരിഫിക്കേഷൻ ഓർഡർ എഴുതുന്ന ആളിന് അയാൾക്ക് എഴുതാൻ വേണ്ടുന്ന സമയം മുഴുവൻ ഇവിടെ സർക്കാർ ഖജനാവിൽ നിന്ന് ശമ്പളം കൊടുക്കുകയാണ്. അപ്പോൾ അയാളുടെ മനസ്സിലൊരു നല്ല ഭാഷ കിടപ്പുണ്ട്, അയാൾ പഠിച്ച ഭാഷയുണ്ട്, ശൈശവം മുതൽ അയാൾ അഭ്യസിച്ച ഭാഷയുണ്ട്, അയാളുടെ തലച്ചോറിൽ 1ാം ഭാഷയായി അടയാളപ്പെടുത്തിയ ഭാഷയുണ്ട്. ഈ ഭാഷയിൽ വളരെ ലളിതമായി എഴുതി പോകാവുന്ന ഒരു ഉത്തരവാണ് വളരെ സങ്കീർണമായിട്ട് കൊണ്ടുപോകുന്നത്. അപ്പൊ ഇതിന്റെ കുഴപ്പം എവിടെയാണ് കുഴപ്പമെന്ന് ചോദിച്ചാൽ നമ്മുടെ ലാംഗ്വേജ് ആറ്റിറ്റ്യൂഡിന്റെ ഒരു പ്രശ്നമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. നാട്ടിൻപുറത്ത് ഇംഗ്ലീഷും മലയാളം അറിയാൻ പാടില്ലാത്ത ആളുകളാണ് ഇംഗ്ലീഷിൽ പഠിച്ചാലേ പഠനമാകൂ എന്ന് പറയുന്നത്. മലയാളത്തിൽ എന്ത് പഠിക്കാനാണെന്ന് വളരെ സഹതാപത്തോടു കൂടി ചോദിക്കുന്നു. മലയാളത്തിൽ എന്ത് പഠിക്കാനുണ്ടെന്ന് മലയാളം പഠിക്കുന്നവർക്കേ മനസ്സിലാവും. മലയാളത്തിൽ എന്താണ് ഇല്ലാത്തത്? ഇപ്പൊ കോഴിക്കോട് വേണുഗോപാല പണിക്കർ മാഷിനെ പോലുള്ള ആളുകൾ ഗണിതയുക്തി ഭാഷ കുറിച്ച് സംസാരിക്കുന്നു. രാജശേഖരനെ, കൊച്ചിയിലിരുന്ന് രാജശേഖരൻ മാഷിനെ പോലുള്ള ആളുകൾ അവിടെ കോഴിക്കോട് യൂണിവേഴ്സിറ്റിയിലെ ശ്രീജിത്ത് അവിടെ ഇരുന്നിട്ട് മറ്റേ പ്രകൃതി ശാസ്ത്രത്തെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്. ഇതെല്ലാം സംസാരിക്കേണ്ട ഭാഷയാണ്. എത്രയോ ടെക്സ്റ്റുകളാണ് പണ്ട് വളരെ നേരത്തെ തന്നെ നമ്മുടെ അന്നത്തെ മലയാളത്തിലൊക്കെ എഴുതപ്പെട്ടിരിക്കുന്നത്. അപ്പൊ ഇതെല്ലാം മറികടന്നിട്ട് ഇതിനകത്ത് എന്ത് പഠിക്കാനുണ്ടെന്ന് ചോദിക്കുന്ന മലയാളത്തെ കുറിച്ച് ധാരണയില്ലാത്തവരാണ്. മലയാളത്തിന് അത്ര ശക്തി കുറവൊന്നുമില്ല. 18ാം നൂറ്റാണ്ടിൽ മലയാളത്തിന് ഇത്രയധികം ശക്തി ഉണ്ട് എങ്കിൽ 21ാം നൂറ്റാണ്ടിൽ എന്തുകൊണ്ട് മലയാളത്തിന് ശക്തി ചോർന്നു പോയി എന്നുള്ളതിന്റെ ഏറ്റവും നല്ല ഉത്തരം മലയാളികൾ ഇംഗ്ലീഷന്മാരായി മാറിയത് കൊണ്ടാണ്, നമ്മളെ വേഷപ്പകർച്ച നടത്തിയത് കൊണ്ടാണ്. ഇത് ഇംഗ്ലീഷിന് കുഴപ്പമൊന്നുമില്ല, ഞാൻ ഇംഗ്ലീഷിനൊന്നും പറയുന്നില്ല, ഇംഗ്ലീഷും വായിക്കണം. പക്ഷെ ഇംഗ്ലീഷ് 2ാം ഭാഷയാണ്. ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയുടെ നിർദ്ദേശങ്ങൾ പരിശോധിച്ചാൽ ഇംഗ്ലീഷ് അത് മാതൃഭാഷ അല്ലാത്ത രാജ്യങ്ങളിൽ 2ാം ഭാഷയാണ്. പക്ഷെ നമുക്ക് നിർഭാഗ്യവശാൽ അത് 1ാം ഭാഷയാണ് എന്നുള്ള രീതിയിൽ നമ്മളെ പഠിപ്പിക്കുകയും ചെയ്യുന്നു. അപ്പൊ ഇതാണ് ഇതിന്റെ ഒരു തകരാറ്. അപ്പൊ ലത്തീഫ് മാഷ് ചോദിക്കുന്ന ചോദ്യം വളരെ പ്രസക്തമായിട്ട് ഞാൻ മനസ്സിലാക്കുകയാണ്. ഇത് ഹലോ 1-2 ചോദ്യങ്ങൾ കൂടി വന്നിട്ടുണ്ട്, ഞാൻ നോക്കാം. അപ്പൊ അതില് ഒന്ന്, പഴശ്ശിരേഖകളിലെ ഭാഷ അല്ലെങ്കിൽ തലശ്ശേരി രേഖകളിലെ ഭാഷ അധികാരികളുടെ ഭാഗത്ത് നിന്നാണ്. ഒരു മിനിറ്റ് പലപ്പോഴും എനിക്ക് രേഖ മുഴുവൻ കിട്ടുന്നില്ല എന്നുള്ള ഒരു പ്രശ്നമുണ്ട്. ഞാൻ വായിക്കാം. രേഖകളിലെ ഭാഷ അധികാരികളുടെ ഭാഗത്ത് നിന്നാണ്. അപ്പോൾ അക്കാലത്ത് കടമെടുത്ത മറ്റു ഭാഷാ പദങ്ങൾ സാറ് സംഭാഷണത്തിൽ സൂചിപ്പിച്ചത് അന്നത്തെ സാധാരണ ജനത്തിന് അറിയാമായിരുന്നോ? അത് നല്ലൊരു ചോദ്യമാണ്. ശ്രീലക്ഷ്മി TR, കൊളോണിയൽ ഭാഷ അടിച്ചമർത്തപ്പെട്ടവരുടെ പക്ഷത്ത് നിന്ന് സംസാരിക്കുന്നതിൽ എത്രമാത്രം നല്ലൊരു ചോദ്യമാണ്. അത് വളരെ പോസിറ്റീവായിട്ട് തന്നെ എടുക്കേണ്ട ഒരു ചോദ്യമാണ്. ഞാൻ ഈ ഒരു ചെറിയ സമയം കൊണ്ട് ഇതെല്ലാം കൂടി പറയാൻ പറ്റില്ലല്ലോ, അതിന്റെ ഒരു പരിമിതിയുണ്ട്. ഇതിനകത്ത് 2-3 തരത്തിൽ ഈ കാര്യങ്ങളെ കാണണം. ഒന്നാമത്തേത്, ഇത് സാധാരണ ജനത്തിന്റെ ഭാഷ സാധാരണ ജനത്തിൻ്റെതാണ്. പക്ഷെ അതിനകത്ത് ഉപയോഗിക്കുന്ന ചില സ്വിച്ചിങ് കോഡുകൾ പോലെ പ്രത്യക്ഷപ്പെടുന്ന രൂപങ്ങൾ ഒരുപക്ഷെ അന്നത്തെ സാമാന്യ ജനത്തിന് അറിയാമായിരുന്നിരിക്കില്ല. ഇപ്പൊ നികുതി വ്യവഹാരവുമായി ബന്ധപ്പെട്ട് വരുന്നത്, അല്ലെങ്കിൽ അവിടുത്തെ നാണയ വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട് വരുന്നത്, ഒരു കാര്യം നിങ്ങൾ ആലോചിക്കേണ്ടത്, ഒരു കാര്യം, ഇവിടെ പ്രക്ഷോഭം വളരെ ശക്തമായി നിൽക്കുമ്പോഴും ഈ പ്രക്ഷോഭം ഒന്നും അറിഞ്ഞിട്ട് ഇല്ലാത്ത ആളുകൾ മലബാറിൽ ജീവിച്ചിട്ടുണ്ട്. ഇവിടെ ഇപ്പൊ മലബാർ കലാപം അവിടെ നടന്നപ്പോഴും, മലബാർ കലാപം നടന്നു എന്ന് നമ്മൾ പറയുന്ന സ്ഥലത്ത് തന്നെ മലബാർ കലാപത്തിൽ ഒന്നും ഉൾപ്പെടാതെ ജീവിച്ചവരുണ്ട്. പഴശ്ശി കലാപം നടക്കുമ്പോൾ പഴശ്ശി കലാപത്തിന്റെ ഭാഗമാകാതെ ഒന്നും അറിയാതെ ജീവിച്ച ആളുകളുണ്ട്. ഏതാണ്ട് അതുപോലെയുള്ള ആളുകൾ ഒരു പക്ഷേ ഇത് അറിഞ്ഞിട്ടുണ്ടാവില്ല. ഇതൊരു ഒരു ന്യായീകരണമാണ്. മറ്റൊരു കാര്യം പറയേണ്ടത് ഈ അടിച്ചമർത്തപ്പെട്ടവരുടെ പക്ഷത്ത് നിന്ന് സംസാരിക്കുന്നതിൽ ഈ അടിച്ചമർത്തപ്പെട്ടവർ, ഇതിനകത്തുള്ള ഒരു കൗതുകമുള്ള ഒരു കാര്യം പറഞ്ഞാല്, ഈ ചില ജാതി വിഭാഗങ്ങളെ കുറിച്ച്
ഈ രേഖ നിശബ്ദമാണ്. പ്രത്യേകിച്ച് പുലയ സമുദായത്തെക്കുറിച്ച് ഒരു പരാമർശം, വളരെ തുച്ഛമായ ഒരു പരാമർശം മാത്രമേ ഉള്ളൂ. പറയ സമൂഹങ്ങളെ കുറിച്ച്, പിന്നെ ട്രൈബൽ ധാരാളം ആദിവാസി വിഭാഗങ്ങളുള്ള ഒരു ഭാഗത്ത് കുറിച്ച്, രണ്ട് അവരുടെ ഭക്ഷണശീലങ്ങളെ കുറിച്ച്, വസ്ത്രധാരണത്തെക്കുറിച്ച്, ഇത്തരം കാര്യങ്ങളൊന്നും രേഖകളിൽ പ്രത്യക്ഷപ്പെടുന്നില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഈ രേഖ സംസാരിക്കാൻ ശ്രമിക്കുന്നത് ഇവിടെ ഒരു നോട്ടമുണ്ട്, ഇവിടെ ഒരു കൊളോണിയൽ നോട്ടമുണ്ട്. ഈ കൊളോണിയൽ നോട്ടത്തിനകത്ത് വന്നു പെടുന്ന പ്രശ്നങ്ങളാണ് പറയുന്നതും പറയിപ്പിക്കുന്നതും കേൾക്കുന്നതും. പറയുന്നത് കേൾക്കാവോ? ഞാൻ പറയുന്നത് ഹലോ, കേൾക്കാം സാർ, കേൾക്കാം. അപ്പോ ഞാൻ പറയുന്നത് ഇതിനകത്തൊരു കൊളോണിയൽ നോട്ടമുണ്ട്. ഈ കൊളോണിയൽ നോട്ടത്തിനകത്ത് വന്നു പെടുന്നതിന്റെ അടിസ്ഥാനത്തിലുള്ള കാര്യങ്ങൾ മാത്രമേ രേഖകളിൽ പ്രത്യക്ഷപ്പെടുന്നുള്ളൂ. അതിന്റെ അരികിൽ നിന്നുകൊണ്ട് നമ്മൾക്ക് വായിക്കാൻ കഴിഞ്ഞാൽ മാത്രമേ ഈ പറഞ്ഞ അരികുവൽക്കരിക്കപ്പെടുന്നവരുടെ കാര്യങ്ങൾ കുറച്ചെങ്കിലും അല്പമെങ്കിലും വെളിപ്പെട്ട് കിട്ടുകയുള്ളൂ. എന്താണ് അവരുടെ അഭാവത്തിന്റെ പ്രശ്നം എന്താണ്, അഭാവത്തിന്റെ ചരിത്രം എന്താണ്, അതിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണ്, ഇതൊക്കെ നമുക്ക് പരിശോധിക്കും. ഉദാഹരണം പറഞ്ഞാൽ വയനാടിനെ കുറിച്ച് ഇത്ര എല്ലാം കാര്യങ്ങൾ, വള്ളിയൂർക്കാവിനെ കുറിച്ചൊക്കെ പരാമർശമുണ്ട്, തിരുനെല്ലിയെ കുറിച്ച് പരാമർശമുണ്ട്. പക്ഷേ വള്ളിയൂർക്കാവിൽ നടന്നു എന്ന് പറയപ്പെടുന്ന 1 ഇയർ ലേബർ കോൺട്രാക്റ്റിനെ കുറിച്ച് എന്തുകൊണ്ട് ഇതിനകത്ത് പരാമർശം വരുന്നില്ല? ഉണ്ട് എന്ന് പറയപ്പെടുന്നുണ്ട്, ഇവിടെ പറയുന്നുണ്ട്. ഈ ലേബർ കോൺട്രാക്റ്റിനെ കുറിച്ച് ചരിത്രകാരന്മാര് ഒക്കെ MR രാഘവാര് സാറും മറ്റേ അവിടുത്തെ ലോക്കൽ ഹിസ്റ്റോറിയൻസ് ഒക്കെ പറയുന്നുണ്ട്, മറ്റേ OK ജോണിയെ പോലുള്ളവരൊക്കെ വളരെ കാര്യമായിട്ട് പറയുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഈ കാലത്ത് ഈ രേഖകളിലൊന്നും ഇത്തരം കാര്യങ്ങളിലൊന്നും പ്രത്യക്ഷപ്പെടാത്തത്? അപ്പൊ ഇത് ന്യായമായൊരു സംശയമാണ്, ന്യായമായ ഒരു ചോദ്യമാണ്. ഈ പറഞ്ഞ തരത്തിലുള്ള പക്ഷെ അവരുടെ ഭാഷ ഇതിനകത്ത് വരുന്നില്ലേ എന്ന് ചോദിച്ചാൽ, ഭാഷയുണ്ട്, അവരുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾക്ക് ഈ ഭാഷയുടെ വ്യവഹാര മണ്ഡലത്തിലേക്ക് പ്രവേശം കിട്ടിയില്ല എന്നാണ് പറയേണ്ടത്. ഈ ഭാഷയുടെ വ്യവഹാര മണ്ഡലങ്ങളിലേക്ക് അവരുടെ പ്രശ്നങ്ങൾക്ക് പ്രവേശനം കിട്ടിയില്ല. ഭാഷ ഏതാണ്? ഭാഷ ജനറലായിട്ട് കിടക്കുകയാണ്. ആ ഭാഷയുടെ ഒരു ഭാഗത്തുകൂടി ഇംഗ്ലീഷുകാരന്റെ കണ്ണിലൂടെ നാം കാണാൻ ശ്രമിക്കുന്ന, അല്ലെങ്കിൽ ഇംഗ്ലീഷുകാർ കാണാൻ ശ്രമിക്കുന്ന ദേശക്കാഴ്ചയുടെ അടയാളപ്പെടുത്തലുകളിലേക്ക് ഈ ഭാഷ വന്നുപെടുന്നില്ല, ഈ നിവേദനങ്ങൾ വന്നുപെടുന്നില്ല എന്ന് മനസ്സിലാക്കിയാൽ കൊള്ളാവുന്നതാണ്. നല്ല ഒരു വളരെ യുക്തിയുള്ളൊരു നിരീക്ഷണമായിട്ട് ഞാൻ അതിനെ മനസ്സിലാക്കുന്നു. ശ്രീലക്ഷ്മിയുടെ ചോദ്യം സാർ, ഒരു ചോദ്യം കൂടി ഉണ്ട്. ഒരു ഷാഹിന വി കെ ചോദ്യമാണ്. മലബാർ ഭാഷ അതിന്റെ തനിമ കൊണ്ട് എന്നും വേറിട്ട് നിന്നിരുന്നു. ഭരണഭാഷ എന്ന നിലയിൽ അത് എത്രത്തോളം പ്രൗഢമായിരുന്നു എന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. നന്ദി. സാറിനോടുള്ള ഒരു നന്ദി അറിയിക്കുകയാണ്. അപ്പൊ നമുക്ക് ഏറെക്കുറെ അവസാനിപ്പിക്കാൻ തോന്നുന്നു അല്ലേ? ഓക്കെ, ആയിക്കോട്ടെ, സന്തോഷം. ഈ കുറഞ്ഞ സമയം കൊണ്ട് ഇത്രയൊക്കെ പറയാൻ പറ്റൂ. അതുകൊണ്ട് ഞാനതിന് പറയുന്നത് ഇത്രയും പറ്റുമെന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞത് വേറൊരു തരത്തിലാണ്. ഈ രേഖകൾ കഴിയുന്നിടത്തോളം വായിക്കുകയും അത് ഈ പറഞ്ഞ തരത്തിലൊക്കെ കൂടുതൽ ചിന്തകൾ ഉണ്ടാവുകയും ചെയ്യണമെന്നുള്ള ഒരു ആഗ്രഹം കൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. ഇപ്പോ നമ്മുടെ ഷിജു അലക്സിന്റെ ഒക്കെ നേതൃത്വത്തില് പിന്നെ ഈ രേഖകളൊക്കെ ഗുണ്ടറ്റ് വിക്കിയിൽ ലഭ്യമാണല്ലോ. അതെ. അല്ലാതെ തന്നെ നമുക്ക് പുസ്തക രൂപത്തിൽ തന്നെ മലയാളത്തിൽ 1-2 സാറൊക്കെ മുൻകൈ എടുത്ത് പുസ്തകങ്ങൾ ഇറക്കിയിട്ടുണ്ട്. അതല്ലാതെ നമുക്ക് ഗുണ്ടറ്റ് വിക്കിയിൽ തന്നെ ഞാനൊക്കെ അതിന്റെ ഭാഗമായിട്ട് കുറച്ച് പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നു. ആ രേഖകളൊക്കെ മലയാളത്തിലേക്ക് ഷിജു അത് ചെയ്യുന്നുണ്ട്. ഇത് ഷിജു അലക്സ് ഈ രേഖകൾ അങ്ങനെ തന്നെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട്. രേഖകൾ ഞാനൊക്കെ അതിനകത്ത് കുറെ പേജുകൾ ചെയ്തിട്ടുണ്ട്. പഴയ പേജുകൾ അതേ ഭാഷ നിലനിർത്തിക്കൊണ്ട് തന്നെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ശ്രമിച്ചത്. അപ്പോ അത് ഗുണ്ടറ്റ് വിക്കിൽ അവൈലബിൾ ആണ്. ഏതായാലും ഈ ചർച്ച വളരെ സക്രിയമായ ഒരു ചർച്ചയായി. സാറിന്റെ പ്രഭാഷണം വളരെ പ്രൗഢമായ പ്രഭാഷണമായിരുന്നു. അതിന് സാറിന് ഇപ്പോ കണ്ടതല്ലാത്ത മറ്റൊരു അഭിനന്ദനം കൂടി ഉണ്ട്. സാറിന്റെ വീഡിയോ ക്ലാരിറ്റിയെ കുറിച്ചിട്ട് ഒരാൾ പറഞ്ഞത് ഇത് നല്ലൊരു വിഷ്വൽ ട്രീറ്റും കൂടിയാണ് എന്നുള്ള രീതിയിൽ അഭിപ്രായം കൂടി പറഞ്ഞു. നല്ല ക്വാളിറ്റി ഉണ്ടായിരുന്നു. സാറിന്റെ ടോക്ക് ക്വാളിറ്റി ആയിരുന്നു, ഞാൻ പറയേണ്ട കാര്യമില്ല. പക്ഷെ ആ വിഷ്വലും കൂടി വളരെ നല്ലതായിരുന്നു എന്ന് ആളുകൾ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്.
ഏതായാലും നമുക്ക് ആവാറായി. നല്ല ടോക്കായിരുന്നു. ഇന്നിപ്പോ ഞങ്ങൾ 3 ടോക്ക് ഒരു ദിവസം വെച്ചിട്ടാണ് വെക്കുന്നത്. അപ്പൊ പല കുട്ടികളുടെയും നെറ്റൊക്കെ തീർന്നു എന്നുള്ളൊരു പരാതിയൊക്കെ ഉണ്ട്. പല ദിവസങ്ങളിലേക്ക് നീട്ടി വെക്കാതെ 2-3 ദിവസം കൊണ്ട് തീർക്കുക എന്നുള്ള ഞങ്ങളുടെ ഒരു മറ്റു ചില അജണ്ടകൾ കൊണ്ടാണ് നമ്മളിങ്ങനെ പൊടുന്നനെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഏതായാലും ഈ വൈകിയ അവസരത്തിൽ നമ്മുടെ ഈ ചർച്ചകളൊക്കെ കേൾക്കാൻ ഒരുപാട് പേരുണ്ടായിരുന്നു എന്നുള്ളത് നല്ല കാര്യമാണ്. ഇനി ഇന്ന് ഈ ചർച്ചകളിൽ പങ്കെടുക്കാൻ പറ്റാത്തവർക്ക് വരും ദിവസങ്ങളിൽ നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഈ ടോക്കും ചർച്ചയും എല്ലാം കിടക്കുന്നുണ്ട്. അവർക്ക് അതിലൂടെ കടന്നു പോകാവുന്നതാണ്. അപ്പൊ നമ്മുടെ വെബിനാറിന്റെ ഒരു കാലത്ത് ചർച്ചകൾ ആ വർത്തമാന സമയത്ത് മാത്രം നിൽക്കുന്നില്ല, അതിന് വലിയ തുടർച്ച ഉണ്ടാവും. അത് നാളെയും അത് ലഭ്യമാണ് എന്ന ഒരു സവിശേഷത ഉണ്ടല്ലോ. ഏതായാലും കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഉള്ള ആളുകൾ ഇതിൽ പങ്കെടുത്തിട്ടുണ്ട്. കുറച്ച് എണ്ണത്തിൽ കുറച്ച് കുറവാണെങ്കിലും എല്ലാവരും ഉണ്ട്. എല്ലാ ഭാഗത്തു നിന്നുള്ള ആളുകൾ ഇതിൽ പങ്കെടുത്തിട്ടുണ്ട്. എല്ലാവർക്കും വേണ്ടി ഈ പരിപാടിയിൽ സംബന്ധിച്ച സാറിന്റെ പ്രഭാഷണത്തിന്, ചർച്ചയ്ക്ക്, ഈ പരിപാടിയിൽ പങ്കെടുത്ത എല്ലാവർക്കും വേണ്ടി നന്ദി അറിയിക്കുകയാണ്. ഞങ്ങള് തിരുവനന്തപുരത്തു നിന്നാണ് നമ്മുടെ രഘു സാറ് ഈ കാര്യങ്ങൾ ഓപ്പറേറ്റ് ചെയ്യുന്നത്, ഞങ്ങളുടെ ടീച്ചർ ഇൻചാർജ്. ഞാൻ കോഴിക്കോടാണ്. ഞങ്ങളുടെ വേറൊരു മാഷുള്ളത് പിന്നെ പട്ടാമ്പിയാണ്. ഏതായാലും എല്ലാവർക്കും വേണ്ടി സാറിനോട് ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. അതേപോലെ തന്നെ ഈ വൈകിയ അവസരത്തിലും കേൾക്കാൻ തുടങ്ങുന്ന ആളുകളോടും ഞങ്ങളുടെ നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. ഒരിക്കൽ കൂടി നന്ദി. ശുഭരാത്രി. നന്ദി.